ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് കൂടുതൽ അടുപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടേതായ ചാനലിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത് US നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അപ്പം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. അപ്പോൾ അതിൻ്റെ ദാസ്യ വിവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കടന്നുപോയ വഴികളെ പ്രസ്താവിപ്പാനും ദൈവം നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെയും അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരേണ്ടതിന് പ്രസ്താവിപ്പാനും എൻ്റെ ദാസ്യ പരിശുദ്ധാത്മാവോടൊന്ന് ബലപ്പെടുത്തണമേ. നാവോടും വായോടും അങ്ങ് കൂടെ ഇരുന്നാട്ട് അങ്ങയുടെ അസ്വർഗീയ ഷെക്കേനയ്ക്കുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിസ്റ്റർ, ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്തോത്രം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഇപ്രകാരം ഒരു സാവകാശം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മുഴുവൻ മഹത്വവും കർത്താവിന് നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് ആയുസ്സിൽ ഒരു ദിവസം കൂടെ ഭൂമത്തായിരിക്കാനും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനുമായിട്ട് സ്വർഗം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനായിട്ട് ഞാൻ ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം ജോയ്സ് ടി വിയിൽ കൂടെ ഞാൻ കർത്താവിൻ്റെ ദാസിയെ വ്യക്തിപരമായിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള സാവകാശം ലഭിച്ചില്ല. എങ്കിലും കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ബന്ധപ്പെടുവാൻ സ്വർഗം ഇടയാക്കി. അതിന് മുഖാന്തരമായ സിസ്റ്റർ ജോയ്മ വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് മാത്രം കാരണമായി തീരട്ടെ. പ്രത്യേകിച്ച് ജോയ്സ് ടി വിയിൽ കൂടെ പ്രകാരമുള്ളതായ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ദാസിയെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി മുഴുവൻ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഒരവസരം തന്നതും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കുന്നത് കൊണ്ട് ആ പൊന്നുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ദേവരാജൻ. ഇപ്പോൾ US നിന്നാണ് സംസാരിക്കുന്നത്. എന്നാൽ സ്തോത്രം ജനിച്ചു വളർന്നത് തൃശ്ശൂരിൽ തൃത്തല്ലൂർ എന്നുള്ളതായൊരു ഗ്രാമത്തിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുവാൻ ഇടയായി. 5 മക്കളുള്ളതായ മാതാപിതാക്കളുടെ ഏറ്റവും ഇളയ മകളായി ജനിക്കുവാനും വളർത്തപ്പെടുവാനും ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പൈതൽ പ്രായം മുതൽ ഞാൻ ജീവനുള്ള ദൈവത്തെ അറിയില്ല എങ്കിലും അന്ന് എന്താണ് ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങളെ പഠിപ്പിക്കുന്നുള്ള ആ വിധത്തിൽ ദൈവഭക്തയായിട്ട് മുന്നോട്ട് പോയി. പേരിന് പോലും ഒരു ക്രിസ്ത്യാനികളില്ലാത്ത ദേശം എന്ന് പറഞ്ഞാൽ അനേകർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആ ദേശത്തുള്ളത് മുഴുവൻ ഹിന്ദുക്കൾ, അല്പം മുസ്ലിംസ് ഉണ്ട്. അല്ലാതെ ക്രിസ്ത്യാനി എന്ന് പേരിന് പോലും ഒരു വ്യക്തിയെ കാണാനോ ഇടപെടുവാനോ സാധിച്ചിട്ടില്ലാത്തൊരു ദേശത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. കോളേജിൽ പോയ സമയത്താണ് പേരിന്, അതായത് ഫ്രാൻസിസ്, മേരി എന്നൊക്കെയുള്ള പേര് കോളേജിലെ സ്റ്റുഡൻസിനുള്ളത് അനുസരിച്ച് അവരോട് കാണുവാനിട. എന്നാൽ അവരിൽ ആരും തന്നെ ഈ ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ചോ ഒന്നും പങ്കുവെച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുന്നതിന് മുൻപ് തന്നെ
എന്റെ കണ്ണ് എന്നെ കണ്ടു എന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ 1971 ബംഗ്ലാപാക് യുദ്ധം നടന്നുകൊണ്ടിരുന്നതായ സമയത്ത് കോളേജിൽ നിന്ന് എനിക്ക് ഒരു NCC ഓൾ ഇന്ത്യ NCC ക്യാമ്പിന് കടന്നു പോകാനുള്ളതായ സാവകാശം ലഭിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം പോയത് മധ്യപ്രദേശിലെ ഗോളിയോർ എന്നുള്ളതായ ഒരു സ്ഥലത്താണ് പോകുവാനിടയായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അല്പം സൗഖ്യമില്ലാത്തവളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനിടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം ഇപ്രകാരമാണ് പറയുന്നത്. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആക്കോർ താഴ്വരയെയും കൊടുക്കുമെന്ന്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഇപ്രകാരം അവസരം ഒരുക്കി തന്നത് ആദ്യം അതാണ് മുഖാന്തരമായിട്ട് തീർന്നത്. കർത്താവിന് സ്തോത്രം. അവിടെ വെച്ച് സൗഖ്യമില്ലാതാകുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നെ പരിചരിച്ചു കൊണ്ടിരുന്നതായ ആ നഴ്സുമാരുടെ പെരുമാറ്റം രണ്ടുപേരെ പ്രത്യേകാൽ എന്റെ ഹൃദയത്തിൽ ആകർഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഒരാള് സിസ്റ്റർ കാർ, ബ്രിട്ടീഷുകാരിയാണ്. മറ്റൊരാള് സിസ്റ്റർ ഉമ്മൻ, മലയാളി. രണ്ടുപേരും എന്നെ പരിചരിച്ചതായ വിഷയങ്ങൾ കണ്ട് അന്ന് തന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വെച്ച് കിടന്ന് ഞാൻ തീരുമാനമെടുത്തു, ഞാനൊരു നേഴ്സായി തീരണം. എന്തായാലും ഇപ്രകാരം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഞാൻ സമർപ്പിക്കട്ടതായ ഒരു ജീവിതവുമായിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്തോത്രം ബാബുചെറിയാൻ പാസ്റ്റ് പാട്ടുപാടിയതുപോലെ എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, എന്നിൽ എന്ത് നീ കണ്ട് യേശുവേ, ഹല്ലേലൂയ സ്തോത്രം, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ കൃപ കൃപയൊന്നു മാത്രം. അത് എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരു യോഗ്യതയുമില്ല. സ്തോത്രം. എന്താണ് എൻ്റെ കർത്താവിനിൽ കണ്ടതെന്നും എനിക്കറിയില്ല. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ആ കൃപ മാത്രമേ പറയുവാനുള്ളൂ. തിരിച്ചു വന്നു. നാട്ടിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് നേഴ്സായി തീരണം. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ സ്തോത്രം, ആ അസുഖം കംപ്ലീറ്റ് മാറിയിട്ടില്ലാതിരുന്നത് കൊണ്ട് ഒരു മിഷൻ ഹോസ്പിറ്റലിൽ പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ഹിസ്റ്ററി എടുത്തപ്പോൾ എന്താണെന്ന് നമ്മളെ രോഗികളെ കുറിച്ച് സംസാരിക്കുമല്ലോ അവര്. അങ്ങനെ ചോദ്യം ചെയ്ത സമയത്തുണ്ടായ സംഭവങ്ങൾ ഞാൻ പറയുകയും ആ ഡോക്ടറിനോട് തീർത്ത് പറഞ്ഞു, എനിക്കൊരു നഴ്സായിട്ട് തീരണം. അദ്ദേഹം പറഞ്ഞു, മോളെ നീ ഇപ്പൊ പഠിക്കുവാണ്, അപ്പൊ അതുകൊണ്ട് പഠിപ്പ് ആദ്യം തീരട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക്, അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ്, അപ്പോൾ ടാറ്റ ഹോസ്പിറ്റലിൽ താൻ പഠിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിനക്ക് നഴ്സിങ്ങിന് വാങ്ങിച്ചു തരാം, പക്ഷെ ആദ്യം നീ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന്. എന്നാൽ സ്തോത്രം, എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത മാത്രം മുന്നോട്ട് നിന്നുകൊണ്ടിരുന്നു, എനിക്കൊരു നേഴ്സാകണം ജീവിതത്തിൽ, അതാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ജനത്തെ ശുശ്രൂഷിക്കുക, അല്ലാതെ ദൈവത്തെ അന്ന് അറിയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പരിചരണം മാത്രമായിരുന്നു ആദ്യത്തെ ശ്രദ്ധയുണ്ടായിരുന്നത്. എന്നാൽ സ്തോത്രം പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, കൃപയാല ദൈവം ക്രിസ്തുവിൽ എന്നെ കണ്ടു യുഗങ്ങൾക്ക് മുൻപേ, അന്നേ ബലിയാകാൻ ദൈവകുഞ്ഞാടിനെ കരുതി എനിക്കായവൻ, ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ ദയതോന്നി എന്നെ തൻ മകളാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ ഇന്ന് തിരിഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ എത്ര അത്ഭുതകരമാണ്, അതിശയകരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരോട് ഇതെല്ലാം ഷെയർ ചെയ്യും, അവിടുത്തെ നേഴ്സുമാരോട്. എൻ്റെ അനുഭവങ്ങൾ ഇതായിരുന്നു, ഇതുകൊണ്ടാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ കന്യാസ്ത്രീകളായ നേഴ്സുമാർ അവിടെയുണ്ട്. അവരെന്നോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇത് ഹോസ്പിറ്റലിലെ നീ ശുശ്രൂഷിക്കുന്നത്, പക്ഷെ ഇവിടെ നേഴ്സിംഗ് കോളേജോ നേഴ്സിംഗ് സ്കൂളോ ഒന്നുമില്ല. അതുകൊണ്ട് നീ നേഴ്സിംഗ് സ്കൂളിൽ ചേർന്ന് പഠിക്കണം. പിന്നെ നീ ഞങ്ങളുടെ ഉടുപ്പ് കണ്ടിട്ട് അതിൽ ആകർഷിതരാകരുത്. നേഴ്സുമാരുടെ യൂണിഫോം ഒക്കെ എല്ലാവർക്കും ചിലപ്പോൾ വളരെ ആകർഷണമാണ്. എന്നാൽ അതിനകത്ത് ഒത്തിരി പണികൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ചിലപ്പോൾ അത്
വൃത്തികെട്ട പല കാര്യങ്ങളും, അതായത് മലമൂത്ര വിസർജനം കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, ചിന്തിച്ചിട്ട് വേണം നീ തീരുമാനമെടുക്കാന്ന്. ഞാൻ പറഞ്ഞു എന്ത് തന്നെയായിരുന്നാലും എനിക്ക് നേഴ്സാകണം, എനിക്ക് ഇങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ, അതിനെന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധയാണെന്ന്. അത് അവിടുത്തെ അപ്പോൾ കന്യാസ്ത്രീമാർ വളരെ സന്തോഷത്തോടെ അവരുടെ ഫാദർ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്നതായ ഒരു അച്ഛനാണ് അവരുടെ മെയിൻ ആയിരുന്നത് ആ ഹോസ്പിറ്റലിന്റെ. അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചിട്ട് അവരുടെ ഉള്ളിലൊക്കെ ഹോസ്പിറ്റലിന്റെ അകമൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു ഇന്നതാണെന്ന്. കാരണം നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയി ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തെ ഒരു കാര്യങ്ങളും അറിയുന്നില്ല, ഉള്ളിൽ എന്താണ് നടക്കുന്നത്. അങ്ങനെ അകത്ത് കയറി ആദ്യം തന്നെ ഈ ഡെറ്റോളിന്റെ സ്മെല്ല് വന്നതേ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞു, ഈ ഡെറ്റോളിന്റെ സ്മെല്ല് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണോ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങുന്നത്, അതുകൊണ്ടാണ് മോളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഇതെന്റെ തീരുമാനമാണ്, അതിൽ നിന്നൊരു മാറ്റവുമില്ല. കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ചുരുക്കി പറയട്ടെ, ദൈവം അത്ഭുതകരമായിട്ടൊരു മുഖാന്തരം ഒരുക്കി. അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു, താൻ ജർമ്മനിയിൽ പഠിച്ച് ഈ ഹോസ്പിറ്റലിൽ മെതോഡിസ്റ്റ് മിഷൻ ക്ലാരാസുവൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതായ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ എനിക്ക് ഈ ഹോസ്പിറ്റലിന്റെ അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, മോളെ ഇവിടെ നീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിനക്ക് സെലക്ഷൻ കിട്ടുമായിരിക്കും, അത് നഴ്സിംഗ് കോളേജാണ്, മെതോഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റലാണെന്ന്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം യാതൊന്നും അറിയില്ല. നിങ്ങൾക്ക് അന്ന് ചിന്തിക്കാം, 1971 പോയി ഈ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അന്ന് എന്താണ് കേരളത്തിലെ ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു ഭവനത്തിന്റെ അവസ്ഥ, നാടിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഒരു നഴ്സിംഗ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ അഭിമാനകരമായിട്ട് അന്ന് കരുതുന്ന കാലമല്ല. എങ്കിലും കർത്താവിന് സ്തോത്രം, കർത്താവിന്റെ പ്രവൃത്തി അതായതുകൊണ്ട് അതിൽ കൂടെ വേണമായിരുന്നു കർത്താവിനെ എന്നെ ഉപയോഗിക്കുവാൻ. അതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഹോസ്പിറ്റലില് അഡ്മിഷൻ ലഭിക്കുവാൻ, നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അത് വളരെ അത്ഭുതകരമാണ്. അത് വിവരിച്ചാൽ നമുക്ക് അതിശയം തോന്നും, എങ്ങനെ അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുന്നു. കാരണം ആകെ ആ ഹോസ്പിറ്റലിൽ അന്ന് സ്ഥാപിച്ചതിനിടയിൽ ആകെ ഒരു ഹിന്ദു സ്റ്റുഡന്റ് മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളുടെ ബാച്ചിൽ എനിക്കും ഒരു മുസ്ലിം കൊച്ചിനും അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. ബാക്കി എല്ലാം ക്രിസ്ത്യൻസാണ്. കാരണം മെതോഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റലാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് അപ്പോൾ അവരെന്നോട് യാതൊരു വിധത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാതെ ഒരു പുസ്തകം തന്നിട്ട് അത് വായിച്ച് അതിന്റെ സമ്മറി പറയുവാൻ പറഞ്ഞു. സമ്മറി ഇതാണ്: അപ്പൻ രാത്രിയിൽ കക്കാൻ പോകുന്ന സമയത്ത് മകനെ അപ്പന് തടയുന്നു, അപ്പൻ അത് ചെയ്യരുതെന്ന്. അന്നേരം അപ്പൻ പറയാണ്, ആരും കാണത്തില്ല, ഇപ്പൊ ഞാനത് ചെയ്തേക്കുള്ളൂ എന്ന്. അന്നേരം വീണ്ടും മകൻ നിർബന്ധിച്ചു. അത് പറഞ്ഞതോടെ എന്നെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, അതാരാണ് ആ കാണുന്നത്? ഞാൻ പറഞ്ഞു, ദൈവമാണ്. അന്നേരം അതിന്മേൽ പിന്നെ ചോദ്യം ആരംഭിച്ചു, ആ ദൈവം ആരാണ്? രാമനാണോ കൃഷ്ണനാണോ? കാരണം ഞാൻ ഹിന്ദു ആണെന്ന് അറിയാവുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ദൈവമാണ് അത് കണ്ടതെന്ന് കാണുന്നതെന്ന് ആ കൊച്ചു പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടുകൂടെ ഇന്റർവ്യൂ ക്ലോസ് ചെയ്തു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ താമസിച്ചപ്പോ ഇവിടെ ഒന്ന് കേരളത്തിൽ നിന്ന് ബരേലി, ഉത്തർപ്രദേശ് ബരേലിയിലാണ് ക്ലാരസ്വൻ മെതോഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റല്. ഇപ്പൊ ഗോളിയോറിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നതായ ഞാൻ അടുത്തത് UP-യിലേക്കാണ് പോകുന്നത്, മധ്യപ്രദേശിൽ നിന്ന്. കർത്താവിന് സ്തോത്രം. അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അപ്രകാരമായതുകൊണ്ട് അവിടെ വെച്ച് വേണമായിരുന്നു എന്നെ പാകപ്പെടുത്തി എടുക്കുവാൻ. അതിനായിട്ട് ദൈവം ആരുമില്ലാത്ത ദേശത്തേക്ക് അയക്കുകയും അവിടെ ചെന്ന് ഞങ്ങൾ 4 മലയാളികൾ മാത്രമേ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തുകാരായിട്ടുള്ളതായ കുട്ടികളായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ക്ലാസ്മേറ്റ്സ് 4 പേരും 4 വിധത്തിലുള്ള, ഒരാള് എന്താണ് പെന്തക്കോസ്, ഒരാള് യാക്കോബ, ഒരാള് കാത്തലിക്. അപ്പൊ ഞങ്ങൾ 4 പേരും വളരെ സ്നേഹത്തോടെ സഹകരണത്തോടെ ആയിരുന്നു പോരുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഞാൻ അഭിമാനത്തോടെ എൻ്റെ ആത്മമാതാവ് എന്ന് പറയുന്നതായ അനു, അതായത് അനുമ ജോർജ്, നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. സിസ്റ്റർ ശാലിനി നമ്പ്യാർ,
തൻ്റെ അല്ലെങ്കിൽ ഭർത്തൃ സഹോദരിയാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നത്. വളരെയധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്കറിയാം അത്രമാത്രം എനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ അവിടെ അങ്ങനെ മുന്നോട്ട് പോയി. അത് മെത്തോഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞങ്ങളുടെ നിയമം അനുസരിച്ച് എന്നും ചാപ്പലിൽ പോയി അവിടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ പോകാനോ ജോലിക്ക് പോകുന്നതിനോ സാധിക്കുള്ളൂ. അങ്ങനെ അതൊരു നിയമമായതുകൊണ്ട് അത് ചെയ്യും. എങ്കിലും ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഭഗവത്ഗീതയും എനിക്ക് അപ്രകാരം ഉണ്ടായിരുന്ന എൻ്റെ പ്രാർത്ഥനയും മാത്രമേ ഞാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഇത് നിയമമാണ്, പഠിക്കുന്ന കുട്ടികളെല്ലാം അനുസരിക്കണം, അതായിരുന്നു എൻ്റെ ചിന്ത. അപ്പൊ അനുസരണമുള്ളത് അങ്ങനെ ചെയ്യുക, ബാക്കി എൻ്റെ കാര്യങ്ങൾ ഒരു വിധത്തിലും ഈ മതം മാറുക അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം ചെറുപ്രായം തൊട്ട് അങ്ങനെയാണ്. അമ്പലത്തിലെ കാര്യങ്ങളിലും വീട്ടിലെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം സ്ഥാനം കൊടുത്തുകൊണ്ട് അച്ഛനോടുകൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്നാ. കോളേജിൽ പോകുമ്പോൾ പോലും കോളേജിൽ ചെന്നാൽ അവർക്കറിയാം എൻ്റെ നെറ്റിയിൽ ചന്ദനമില്ല എങ്കിൽ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകാതെ എത്തിയിരിക്കുന്ന അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പോൾ ആ വിധത്തിലായതുകൊണ്ട് ഒരിക്കലും എനിക്കത് മാറ്റാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. സ്തോത്രം. അന്ധമായി ദൈവത്തിന് മനുഷ്യന്റെ കൈവേലയായിരുന്നതായ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം കല്ലും ഹല്ലേലൂയ സ്തോത്രം മണ്ണും എവിടെ ഒരു ആല് കണ്ടാൽ എവിടെ ഒരു കല്ല് കണ്ടാൽ അതൊക്കെ എന്താണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതിനെ ഒരു ദൈവമായിട്ട് ഒരു ദേവിയായിട്ട് കരുതിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ഹല്ലേലൂയ സ്തോത്രം. കൈകൊണ്ട് തൊടുവാൻ സാധിക്കുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 115 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ഇത് ആരാധിക്കുമ്പോൾ ഇതൊന്നും വിഗ്രഹമാണെന്ന് നമുക്കറിയില്ല. ഓരോന്നിനും ഓരോ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഒരു ദേവിയുടെ പേര് പറഞ്ഞ് അവരിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അതിനെയാണ് വിശ്വസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അന്ധമായുള്ള ആ ചിന്തയില് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഇതിനെ വിട്ടു പോകുക എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 3.5 വർഷമായപ്പോൾ ഞാൻ മിഡ്വൈഫറി സ്റ്റുഡന്റ് ആയിരുന്നു. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്നും ഈ എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം നഴ്സിങ്ങിന് പോയതുകൊണ്ട് രോഗികളെ വിട്ടുമാറുക എന്നുള്ളതാ. എൻ്റെ ജോലി കഴിഞ്ഞാലും അവർക്ക് കൊടുക്കേണ്ടുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ അടുത്ത് എപ്പോഴും അവരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ അന്ന് 1978 ഫെബ്രുവരി മാസം 24-ാം തീയതി രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ വളരെ അസ്വസ്ഥമായ അനുഭവങ്ങൾ. എനിക്കവിടെ അവരുടെ ജോലി ചെയ്യും, പക്ഷെ അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെന്നോട് ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ ജി ആപ്കോ ക്യാ ഹോ ഗയാ, ക്യോം ആ പൈസ കർത്തേ, ക്യോ ഹമാരെ പാസ് നെയ് ഖഡേ രഹത്തെ, അങ്ങനെ ചോദിച്ചോണ്ട് മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിനക്ക് സംഭവിക്കുന്നത്, എന്താ നീ ഞങ്ങളുടെ അടുത്ത് നിൽക്കാത്തതെന്ന് ചോദിക്കുന്ന അനുഭവമായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ എനിക്കൊരു സ്വസ്ഥത ലഭിക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യം പോയി ഡ്യൂട്ടി റൂമിൽ ചെന്ന് ബൈബിൾ എടുത്ത് വായിച്ചു. മെത്തോഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ എല്ലാ റൂമിലും ബൈബിൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ബൈബിൾ വായിച്ചു. ബൈബിൾ തുറന്നപ്പോ കിട്ടുന്നത് അപ്പോസ്തല പ്രവൃത്തിയാ. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പെട്ടെന്ന് ഞാൻ അത് അങ്ങ് അടച്ചു വെച്ചു. ഞാൻ ആരെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമതും റൗണ്ടൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴും ഇത് തന്നെയാണ് പുസ്തകം തുറക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഇതിന് കാരണം എന്താണെന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരനുഭവമായി. പിന്നീട് ഞാൻ ചിന്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം താല്പര്യമില്ലാത്തതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ദേശത്തെ വിട്ട് ഞാൻ പോകുന്നത് അതൊരു അനുസരണക്കേടായിരിക്കും, അല്ലെങ്കിൽ അതൊരു തെറ്റാണെങ്കിൽ അതിന് ദൈവം ക്ഷമിക്കണം. അത് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ വീണ്ടും 3-ാം പ്രാവശ്യം തുറന്നപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് സംസാരിക്കുക. കാരണം വചനമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, അനു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കുക, നീ ഇന്ന് മരിച്ചാൽ എവിടെ പോകും? ആ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ എനിക്ക് യാതൊരു ഉത്തരവുമില്ല. ഇത്രയും 330 കോടി ദൈവങ്ങളെ ആരാധിച്ച് വിളിച്ചു പറയുന്നതായിട്ട് നേർച്ചകൾ നേർന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നതായി എനിക്ക്
ഹല്ലേലൂയ സ്തോത്രം, ആ ഉത്തരം മറുപടി പറയുവാനില്ലാതെ ആയിപ്പോയി. കാരണം അമ്പലങ്ങളിൽ പോകുന്നതും നേർച്ചകൾ കഴിക്കുന്നതും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റാനാ. ഇന്നത് ചെയ്താൽ ഇന്നത് തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് വേണം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇത് ചെയ്യാം, ഇതാണ് പറയുന്നത്. എന്നാൽ നിത്യജീവൻ എന്നുള്ളതായ ഒരു കാര്യം മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ എത്തുന്നതിന് ഹല്ലേലൂയ ഒരു കാര്യം അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെയും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല കാര്യങ്ങൾ ചെയ്താൽ മോക്ഷം പ്രാപിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആതുരരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ നൽകുക, മറ്റുള്ളത് ചെയ്യുക, ഹല്ലേലൂയ സ്നേഹിക്കുക. പൈതൽ പ്രായം മുതൽ ആ സ്നേഹവും പരിചരണവും ഭവനത്തിൽ നിന്ന് അനുഭവിച്ചത് കൊണ്ട് ഹല്ലേലൂയ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഞാൻ അവിടെ തന്നെത്താൻ സമർപ്പിച്ചു. ആരുമില്ലാത്ത ആ ഡ്യൂട്ടി റൂമിൽ തന്നെത്താൻ മുട്ടുമടക്കി പറഞ്ഞു, ദൈവമേ എനിക്കൊന്നും അറിയില്ല, എന്റെ ജീവിതം, എന്റെ ഭവനം, ഞാനായിരിക്കുന്ന ദേശം, എന്റെ അന്തരീക്ഷം മുഴുവനും ദൈവത്തിനറിയാം. എന്നാൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ തരികയാണ്. എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, നീ എന്നെ നയിക്കണം. ഇത്രയ്ക്കാണ് എൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല, അത്രയും പറഞ്ഞു. അത്രയും പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പാട്ടുകാരനോട് ചേർന്ന് പാടാറുണ്ട്, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്ത് മോദം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്ത് മാറ്റം വന്നു എന്ന്. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ ആ രാത്രി അനുഭവിച്ചറിയുവാൻ ഇടയായി. ഞാൻ എങ്ങനെയെങ്കിലും നേരം വെളുത്ത് കിട്ടണം, റൂമിലേക്ക് ഓടിച്ചെന്ന് അനുവിനോട് ഈ വിവരം പറയണം. കാരണം ഹല്ലേലൂയ സ്തോത്രം, എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് താനായിരിക്കും ഏറ്റവും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുക എന്നുള്ളത് അറിയാം. ഹല്ലേലൂയ. ഇന്ന് എനിക്കറിയാം, ഞാൻ ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെ കുറിച്ച് പ്രസവ വേദനപ്പെടുന്നു എന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ര ആത്മഭാരത്തോടുകൂടിയാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ ആത്മമാതാവായിരിക്കുന്ന അനു എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം എനിക്ക് വേണ്ടി തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. താൻ്റെ അടുക്കിലേക്ക് ഞാൻ ഓടിച്ചെന്നു. രാവിലെ ജോലി കഴിഞ്ഞു റൂമിൽ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോഴത്തേക്കും തനിക്കുണ്ടായ സന്തോഷം മതിമറന്ന ആ സന്തോഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. പെട്ടെന്ന് ഞങ്ങൾക്ക് ഹോസ്റ്റലിങ്ങിന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ അന്നത്തെ എയർബേസിലാണ് അവിടെ ഇവിടുന്ന് പാലക്കാടുള്ള വടക്കഞ്ചേരി ഗോസ്പൽ ലൈറ്റ് സെന്ററിൽ ഇന്ന് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഫിലിപ്പ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. തന്നെ വിളിച്ച് വിവരം അറിയിക്കുകയും എല്ലാവരും ഒന്നിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കുകയും ചെയ്തു ഈ ഒരു വിഷയം കേട്ടിട്ട്. സ്തോത്രം. കാരണം മറ്റുള്ളവരുടെ പരപ്രേരണയാലല്ല, മതം മാറ്റാൻ ആരും ശ്രമിച്ചതല്ല, എന്നെ ഒന്നും എനിക്ക് തന്നിട്ട് വാങ്ങിയതല്ല. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ കണ്ടുമുട്ടുന്നവരെ കുറിച്ച് ലോകത്തിന് അനേക തെറ്റിദ്ധാരണകളാ. ഹല്ലേലൂയ. ഒരാളെ ഇവര് ക്രിസ്തുവിലേക്ക് നയിച്ചാൽ അവർക്ക് എത്രയോ പണം കിട്ടും, അല്ലെങ്കിൽ ഒരാളോട് ഇവരിത് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നോ ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് എന്തോ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇവര് മതം മാറ്റുന്നതെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് മതം മാറ്റമല്ല, മനം മാറ്റമാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു ഉള്ളത്തിൽ വരിക എന്ന് പറയുന്നത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ ഒരു അനുഭവമാണ്. ജീവിതം ആകെ മാറി മറിഞ്ഞു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം ഈ വാർത്ത എൻ്റെ വീട്ടിൽ അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പെട്ടെന്ന് ഹല്ലേലൂയ എഴുത്തെഴുതി. ഇതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒന്നും അന്ന് ചിന്തിക്കുന്നില്ല. അത്രമാത്രം എതിർപ്പാണ് ഞാൻ ഈ നേരിടാൻ പോകുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ വന്ന ദിവ്യ സമാധാനം, ആ സന്തോഷം എൻ്റെ മാതാപിതാക്കൾ അറിയണം, സഹോദരങ്ങൾ അറിയണം. കാരണം അവരും ഈ അന്ധതയിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം അറിയാനോ കേൾക്കാനോ കഴിയാത്ത അവര് ഇനി ഊമ വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തരുത്. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല, ഇത് ഞാൻ അറിയിക്കുവാനുള്ള കാരണം, ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ ജനിച്ചതായൊരു നാളുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നാളനുസരിച്ചാണ് ഇവര് പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ ആ ദിവസം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവര് പോയി അമ്പലത്തിൽ ചെന്ന് എൻ്റെ പേർക്ക് നേർച്ച കഴിക്കും. ഇതെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി,
എനിക്ക് എൻ്റെ പേരിൽ നിങ്ങൾ ഇനി ഇത് ചെയ്യരുത്, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല യേശുവിന്റെ നാമമല്ലാതെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിവരം ഞാൻ അറിയിച്ചു. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, യജമാനന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ മറുപടി, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അതൊരു വാഗ്ദത്ത വചനമായിട്ട് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, ഞാൻ വിശ്വസിച്ചു, എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും ഈ രക്ഷയിലേക്ക് വരണം. ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ എഴുത്തിന് തന്നെ എനിക്ക് മറുപടി കിട്ടി. അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ല, മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് 78 കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്ന് സ്തോത്രം മറുപടി എഴുത്ത് വരണമെങ്കിൽ 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അടുത്ത മറുപടി. എഴുതിയപ്പോ പറഞ്ഞു, മോളെ നീ പഠിച്ചിട്ട് വിഡ്ഢിയായി തീരരുത്. നസ്രാണികൾ കൂടെയുള്ളവർ നിന്നെ ഇങ്ങനെ അവരുടെ മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും, അതുകൊണ്ട് ചെവി കൊടുക്കരുത്. മോൾ എത്രയും വേഗം തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ 2 വർഷം ബോൺ പീരീഡ് ചെയ്യണം അവിടെ സ്റ്റാഫായി കഴിഞ്ഞാൽ. ദൈവത്തിന് സ്തോത്രം. സ്റ്റാഫായി ഞാൻ എൻ്റെ 2 വർഷത്തെ ബോൺ പീരീഡിനിടയിൽ ഇവരോട് അങ്ങോട്ട് എഴുതും ഇങ്ങോട്ട് എഴുതും, ഇങ്ങനെ തർക്കങ്ങളും വാദികളും. അവരുടെ വേദനയാണ് അവർ പറയുന്നത്. പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വേദന തരുന്നതിന് വേണ്ടിയാണോ? ഒത്തിരി ചോദ്യങ്ങളാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതെനിക്കൊന്നും ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. എൻ്റെ ലക്ഷ്യം അവർ ഈ രക്ഷ അനുഭവിക്കണം, അവർ ഈ സന്തോഷം അനുഭവിക്കണം. എത്ര വഴക്ക് പറഞ്ഞു വാക്കുകൾ പറഞ്ഞാലൊന്നും എനിക്കൊരു ഇതില്ല. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, അതായത് ക്രിസ്തുവിനെ അറിയാത്തതായ പ്രിയപ്പെട്ടവരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നാൽ, അവര് നമ്മളെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞാൽ നമ്മൾ അത് തെറ്റിദ്ധരിക്കരുത്, അവരോട് പ്രതികരിക്കുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു എന്ന. അല്ലെങ്കിൽ ആ വചനം ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അപ്പോൾ അവരുടെ കുറ്റമല്ല, അവരുടെ കണ്ണ് തുറക്കണമെങ്കിൽ ദൈവം അവരുടെ ആത്മീയ കണ്ണ് തുറന്നെങ്കിലേ ഈ സത്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ നാട്ടുകാരോടോ ഒരു വെറുപ്പും എനിക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ കൃപയൊന്നു മാത്രമാ. ഹല്ലേലൂയ. വീണ്ടും ആ സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ആ ബോൺ പീരീഡ് കഴിഞ്ഞു. അടുത്തതായി ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തത് ഹല്ലേലൂയ CMC ഹോസ്പിറ്റൽ വെല്ലൂരിലേക്കായിരുന്നു. അവിടെ ഒരു കാർഡിയോളജി കോഴ്സ് എടുക്കുന്നതിന് വേണ്ടി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മറ്റ് സഹോദരിമാര് കൂടെ ഉണ്ടായിരുന്നവര് അവര് ഡൽഹിക്ക് പോയി, ഞാൻ വെല്ലൂരിലേക്കും പോയി. ബോൺ പീരീഡ് കഴിഞ്ഞപ്പോൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വെല്ലൂരിലെ ജീവിതം എൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ വെച്ച് ദൈവം ഹല്ലേലൂയ സ്തോത്രം ഈ ക്ലാരാസ്വനിലെ ജീവിതത്തിന് ഉപരിയായിട്ട് മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ദൈവസന്നിധിയിൽ വളരുന്നതിന് കാരണമാക്കി തീർത്തത് അവിടുത്തെ ജീവിതം. കാരണം ഇന്നത്തെ വെല്ലൂർ ഹോസ്പിറ്റലിന്റെ അവസ്ഥയല്ല അന്ന് 1980-ൽ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, സ്ഥാനമാനമില്ലാതെ, ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരും, നേഴ്സസ്, ഡോക്ടേഴ്സ്, ഈവൻ സ്വീപ്പേഴ്സ്, എല്ലാ വേലക്കാരും ഒന്നിച്ചു നിന്ന് ദൈവത്തിന്റെ ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താവശ്യം വന്നാലും ഞങ്ങളെല്ലാം ചാപ്പലിൽ ഓടിപ്പോയിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളതായ ഒരു ജീവിതം. മുന്നോട്ടുള്ള യാത്രയിൽ അവിടെ എനിക്ക് തമിഴ് ഭാഷ അറിയില്ലെങ്കിലും രോഗികളോട് ഇടപെടുമ്പോൾ സ്നേഹത്തിന്റെ പരിചരണം കൊടുക്കുവാൻ ദൈവം കൃപ നൽകി. അതവരുടെ ജീവിതത്തിലൊക്കെ വളരെ വ്യതിയാനങ്ങൾ വരുത്തുവാനും ഇടയാക്കി തീർത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങള് ശരിക്കും അന്നത്തെ ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഒരു കൂട്ടം നഴ്സസും ഡോക്ടേഴ്സും ഒന്നിച്ച് ഹല്ലേലൂയ സ്തോത്രം ബസ്തറിൽ പോയി. ഗ്വാളിയോറുള്ളതായ സ്തോത്രം മധ്യപ്രദേശിലെ ബസ്തർ എന്ന ഗ്രാമത്തിൽ പോയി ഇങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കണം എന്നുള്ളതായ ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ലക്ഷ്യത്തിലേക്കല്ല ദൈവം എന്നെ നയിക്കുന്നതെന്ന് വെളിപ്പെടുത്തുവാനായി ദൈവം ഇടയാക്കി. ഞങ്ങളൊരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുവാൻ ഇടയായതിൽ സാം കമലേശൻ എന്ന് പറയുന്നതായ ഒരു കർത്താവിന്റെ ദാസനാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. താൻ ശുശ്രൂഷയുടെ അവസാനം
ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ളതായ ഒരു ചിന്തയാണ്, ചോദ്യമാണ് ഉന്നയിച്ചത്. സ്തോത്രം. എനിക്ക് യാതൊന്നും അറിയില്ല. ഞാൻ വീട്ടിലോ നാട്ടിലോ ആരോടും ആലോചിച്ചിട്ടുമല്ല, കൂടെ വന്നവരോടും ചോദിക്കാതെ സ്തോത്രം ദൈവാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ മുന്നോട്ട് കടന്നു ചെന്ന് എന്നെ പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി തീർന്നു. ഇറാനും ഇറാഖും തമ്മിൽ ഘോര യുദ്ധം നടക്കുന്നതായ സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇറാഖിലേക്ക് അന്ന് പോകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാനത് തീരുമാനമെടുത്തു കഴിഞ്ഞ് കാര്യങ്ങൾ എന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്റെ അനുഭവം ഉണ്ടായാൽ പെട്ടെന്ന് എനിക്കത് ഷെയർ ചെയ്യണം. അത് സ്തോത്രം ഇങ്ങനെയാണ് ദൈവം എന്നുള്ളത്. ഞാൻ ഓടിച്ചെന്ന് ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം ഞങ്ങളുടെ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരുന്ന സിസ്റ്റർ ആലിസ് ജെയിൻ ഡേവിഡ്, താൻ ഒരു വിശ്വാസിയാണ്, തന്നോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു, ഞാൻ പോകുവാനായിട്ട് ഒരുങ്ങുകയാണെന്ന്. സിസ്റ്റർ പറഞ്ഞു, മോളെ നീ എന്താ ഈ പറയുന്നത്? ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്നു. നീ അവിടെ ചെന്ന് കാല് കുത്തുമ്പോൾ കേൾക്കുന്നത് തന്നെ ഈ സൈറനായിരിക്കും, ഈ ബോംബിന്റെ ശബ്ദമായിരിക്കും. അന്ന് നീ നിന്റെ ചെവിയിൽ എന്റെ ശബ്ദം മുഴങ്ങും. നീ ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകരുത്, ചിന്തിക്കരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു മുന്നോട്ട് ചെയ്യുവാൻ. അപ്പൊ സിസ്റ്റർ അത് ഉപദേശിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടെ അന്ന് CMC ഹോസ്പിറ്റലിൽ ബാഗായം എന്ന് പറഞ്ഞതായ ഒരു സ്ഥലം, ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അത് മെന്റൽ പേഷ്യൻസിന് വേണ്ടി കിടത്തുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെയുള്ള പല ഡോക്ടേഴ്സും നഴ്സസും തന്നെ ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവര് അവര് ഭക്ഷണം കഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴെല്ലാം അവർക്ക് സംശയ, ഇതിൽ വല്ലതും ചേർത്തിട്ട് കൊല്ലാനാണോ ശ്രമിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അവര് കഴിക്കില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് ജോലി കഴിയുമ്പോൾ ചെന്നിരുന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ അടുത്ത് കൂടുതൽ സമയം കഴിക്കുക. അതൊക്കെ എൻ്റെ ഒരു താല്പര്യം, സ്വയം സമർപ്പണത്തിൽ ചെയ്യുന്നതാ. അപ്പൊ അതൊക്കെ കഴിയുമ്പോ സിസ്റ്റർ ചോദിച്ചു, ഇതൊക്കെ പിന്നെ ആരാ ചെയ്യാ, നീ എവിടെ നിന്ന് പോയാല്? ഹല്ലേലൂയ, സ്തോത്രം. നീ ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്റർ, എനിക്ക് പോകണം, ഞാൻ സമർപ്പിച്ചു. സമ്മതിക്കാതായതുകൊണ്ട് ഞാൻ പിന്നെ മുന്നോട്ട് ജോലി ചെയ്ത് നടന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുക. എല്ലാ ബുധനാഴ്ചയും ബൈബിൾ സ്റ്റഡി സിസ്റ്ററിന്റെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൈവദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് നേരെ മുന്നോട്ട് കടന്നു വന്ന് എന്റെ തലയിൽ കൈവച്ച പുള്ളി പ്രാർത്ഥിക്കും. ഞാൻ കണ്ടിട്ടുമില്ല, അറിയാത്തതായ വ്യക്തി നേരെ വന്ന് ദൈവാലോചന പറയുക. പോകാനുള്ള തീരുമാനങ്ങളോ ഒരു മനുഷ്യരോടും വേറെ ഷെയർ ചെയ്തിട്ടില്ല. എന്നാൽ പറഞ്ഞു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഒരൊറ്റ വാക്ക് അവസാനമായിട്ട് താൻ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ആലിസ് ജെയിൻ ഡേവിഡ് പറഞ്ഞു, ദേവാ, ഇനി ഞാൻ നിന്നെ തടുത്തു വെക്കില്ല. കാരണം ഇതുവരെ ഞാൻ നിന്നെ തടുത്തു വെച്ചു, പക്ഷെ കൃത്യമായി ദൈവത്തിന്റെ ശബ്ദം എന്ന് ദൈവം കേൾപ്പിച്ചു. നിന്നെ ദൈവം കരുതും. ഹല്ലേലൂയ, സ്തോത്രം. അതൊന്നും ഫലിക്കാതെ സൂക്ഷിക്കാൻ ദൈവം മതിയായനാണെങ്കിൽ മുന്നോട്ട് കാൽച്ചുകൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പേപ്പർ വർക്ക് മുന്നോട്ട് ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 1981 ഹല്ലേലൂയ, സ്തോത്രം, ഇറാഖിലേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ബാഗ്ദാദിൽ ചെന്ന് ആദ്യമായിട്ട് തലസ്ഥാനത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ കാണുന്നത് ഹല്ലേലൂയ, മുറിവേറ്റതായ ഭടന്മാരുമായ ആംബുലൻസ് വരുന്നു, രക്തപ്പുഴ ഒഴുകുന്ന അനുഭവങ്ങള്. ഹല്ലേലൂയ, സ്തോത്രം. സൈറൺ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുക. കൂടെ വന്നിട്ടുള്ള ഒരു 10-15 പേര് ഞങ്ങൾക്ക് ടീമായിട്ടാണ് അവർ അയക്കുന്നത്. അവര് ഒരുമിച്ച് എല്ലാവരും കരയാൻ തുടങ്ങി. നമുക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകണം, ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു, സ്തോത്രം, നമ്മളിത് അറിഞ്ഞുകൊണ്ടല്ലേ ഇവിടെ വന്നത്, പിന്നെന്തിനാ നിങ്ങൾ പോകാൻ? യുദ്ധഭൂമിയാണെന്നറിയാം, ഇവിടുത്തെ സംഭവങ്ങൾ ഇതാണെന്നും അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് വന്നത്. പിന്നെ തിരിച്ചു പോയിട്ട് എന്താ കാര്യം? പോകാൻ എന്തിനു തീരുമാനം? അവരൊക്കെ, ഞാൻ അന്ന് വിവാഹിതയല്ല, അവരൊക്കെ വിവാഹം കഴിഞ്ഞ് 2-3 മക്കളുള്ളവരാ. അതുകൊണ്ടാണ് അവര് കരയുന്നത്. ദൈവത്തിന് സ്തോത്രം, കടന്നു പോകണമെന്നുള്ള താല്പര്യത്തോടെ. എങ്കിലും പെട്ടെന്ന് പറയട്ടെ, ദൈവ നിർണയം വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങളെ പോസ്റ്റ് ചെയ്ത് 2 തരം ബോർഡറിലേക്ക്, അമാര എന്ന് പറയുന്ന ബോർഡറിൽ നേരിട്ട് യുദ്ധം ചെയ്യുക അവര് ഫ്ലോറിൽ നിന്നുകൊണ്ട്. സ്തോത്രം. ബസറ എന്ന് പറയുന്നത് മറ്റൊരു ബോർഡർ. ഇവിടേക്ക് പോകുവാനുള്ളതായ വ്യക്തികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. 15 നഴ്സസിന് മാറ്റി വെച്ചിട്ട് നേഴ്സസ് എല്ലാവരും ഇവരുടെ, നമ്മൾ മലയാളികളെ കണ്ടു, ഇന്ത്യൻസിനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെന്ന് സ്റ്റാമ്പ് വാങ്ങിക്കുക. എന്തിനാ? എഴുത്തെഴുതി വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ, അവിടുന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം. എന്നാൽ ഞങ്ങൾക്ക് പോകാനുള്ള വാഹനവുമായിട്ട് വന്നപ്പോൾ
ഇവിടെ ഈ പോകേണ്ടുന്നതായ സ്റ്റേഷനിലേക്കുള്ള ഒറ്റ വ്യക്തികളില്ല. അമാറയിലേക്ക് പോകേണ്ട ഒരു സ്റ്റാഫിനെ അവിടെ കാണാതെ നിന്നപ്പോൾ കൊണ്ടുവന്നതായ വണ്ടിയുമായിട്ട് അവര് പറഞ്ഞു ഉള്ളവരെല്ലാം കയറാൻ. അങ്ങനെ ബസറയിലേക്ക് പോകേണ്ട ഞങ്ങൾ 15 പേരെയും അമാറയിലേക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി ആദ്യം അവിടെ കാലുകുത്തിയ സമയം തൊട്ട് ദൈവം ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഈ പോകുന്ന വഴിയിൽ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് കൂടെയുള്ളവരൊക്കെ പിറുപിറുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, സമയം വന്നപ്പോഴാരില്ല. ഞാൻ പറഞ്ഞു, നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങൾ എന്തിനാ ഈ ഒരു അവസരത്തിൽ പോലും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാമെന്ന് പറഞ്ഞു. ഇവരന്നേരം ചിന്തിച്ചു, ഇവള് പേരുകൊണ്ടൊരു ഹിന്ദുവാ, പിന്നെന്തിനാ ദൈവത്തിന്റെ വചനം പറയുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് എടുത്തു പറയുന്നത്. കൂടെയുള്ളവരെല്ലാം ക്രിസ്ത്യൻസാ. ബാക്കി ഞാൻ അന്ന് മാത്രം ഞാനൊരു വ്യക്തിയേ ഉള്ളൂ. സ്തോത്രം. കർത്താവ് അതെനിക്കൊരു മുഖാന്തരമാക്കി തന്നു എന്റെ സാക്ഷ്യം പറയുവാൻ. ഞാൻ ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങി. സ്തോത്രം. അറിയുന്ന രീതിയിൽ എന്തെനിക്ക് ലഭിച്ചു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് എനിക്ക് ലക്ഷ്യം. എല്ലാവരും രക്ഷ പ്രാപിക്കണം. എന്നോട് കൂടെയുള്ളവര്, ഞാൻ അറിയുന്നവര്, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഈ രക്ഷയിലേക്ക് വരണം. ഇതായിരുന്നു എന്റെ ലക്ഷ്യം. തുടർന്ന് ഒത്തിരി എതിർപ്പുകള്. കൂടെയുള്ളവര് മുഴുവൻ ഒരൊറ്റ പേരിന് പോലും ഒരു ദൈവ പൈതൽ എന്ന് പറയാനില്ല. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം, യാക്കോബ, മറ്റുള്ളതായ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ. അപ്പോൾ അവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും മറ്റു പ്രാർത്ഥന കഴിക്കുന്നവരൊക്കെ, അവരും ഹിന്ദുക്കളും തമ്മിൽ അവർക്കതിനൊരു ആത്മഭാരം തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഹല്ലേലൂയ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ഭാരമുണ്ടാകണമെങ്കിൽ നാം സ്വയം രക്ഷയുടെ അനുഭവത്തിൽ വരണം. മതം മാറ്റമല്ല എന്നുള്ളതായ ഉറപ്പ് പ്രാപിച്ച്, അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ യുഗായുഗമായി വാഴേണ്ടുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ വഴിയൊരുക്കിയതെന്ന് അറിയപ്പെടാതെ അന്ധമായിട്ട് അല്ലെങ്കിൽ മതമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നെന്റെ ലക്ഷ്യം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ രുചിച്ചറിയണം. ഹല്ലേലൂയ സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണെന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഇവരൊക്കെ ഇത് രുചിച്ചറിയണം. ഈ ദൈവം എത്ര നല്ലവനെന്ന് ആ രക്ഷകനെ കണ്ടുമുട്ടണം. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ എതിർപ്പുകൾ, ജോലിയിലാണെങ്കിലും ജോലി സമയത്തും ഞാൻ ബൈബിൾ കൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ കിട്ടുന്ന സമയമെല്ലാം എനിക്കറിയുന്നതായിട്ടുള്ളതായ ആ സന്തോഷം ദൈവത്തിന്റെ വചനം ഞാൻ പങ്കുവെക്കും. ഒത്തിരി എതിർപ്പിൽ കൂടെ കടന്നുപോയി നീണ്ട 3 വർഷം അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർണായക ഘട്ടത്തിൽ അവിടെ ഒരു വലിയ ബോംബ് സ്റ്റോറേജിന്റെ തീപിടുത്തം ഉണ്ടായി. ആ സമയത്ത് ബോംബ് സ്റ്റോറേജ് തീപിടിച്ചതാണെന്ന് ആരും അറിയുന്നില്ല. ഇറാൻ വന്ന് ഇറാഖിനെ ആക്രമിച്ചതാണെന്നുള്ളതായ ഒരു ചിന്തയിലാണ് എല്ലാവരും ആയിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെയുള്ളതായ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം, സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ പാസ്പോർട്ടും എപ്പോഴും തലയിണ കീഴിൽ വെച്ചിരിക്കും. കാരണം ഏത് സമയത്തും എന്ത് പ്രശ്നമുണ്ടായാൽ മറ്റൊന്നും ഇല്ലെങ്കിലും പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും എടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇതാണ് ലക്ഷ്യം. അങ്ങനെ കിടന്നുറങ്ങുന്ന അനുഭവങ്ങളായിരുന്നു ആ സമയത്ത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ദിവസം ഞാൻ ജോലിക്ക് കടന്നു ചെല്ലുമ്പോൾ ബൈബിളുമായിട്ടാണ് പോകുന്നത്. ഞങ്ങളെ ഇങ്ങനെ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള വ്യക്തികൾ വന്ന് ഞങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ വരാറുണ്ട്. മാസത്തിൽ 1 or 2 പ്രാവശ്യമൊക്കെ. അങ്ങനെ അന്നും 2 പേര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതായ സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഈ അനുഭവം കേൾക്കുന്നു. ബൈബിളുമായിട്ട് ഞാൻ ചെല്ലുന്നു. കേൾക്കുന്ന കരച്ചിലിന്റെ ശബ്ദം ഇതാ: ദേവാമാ ജപം പണ്ണമ്മ, ദേവാമാ ജപം പണ്ണമ്മ, ദേവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കൂടെയുള്ള ജോലി ചെയ്യുന്ന നേഴ്സസ് അവര് കരച്ചില്ല. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ളവരുണ്ട്, മദ്രാസിൽ നിന്നുള്ളവരുണ്ട്, പലരുമുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്ന ഒരേ വാക്യം ഇത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സഹോദരങ്ങളുടെ കയ്യിൽ 2 പേരുണ്ട്. അവർ 2 പേരും ഹിന്ദുക്കളാ. ഒരാൾ ബ്രാഹ്മിൻ, ഒരാൾ നായർ. അവരുടെ കയ്യിൽ എന്റെ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ വാഹനവുമായിട്ട് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം, മാറിപ്പോകണം, നിങ്ങളുടെ പ്രാണരക്ഷാർത്ഥം ഇവിടുന്ന് മാറിപ്പോകുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരോട് ഞാൻ വചനം പങ്കുവെക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ ബോംബാക്രമണത്തിൽ
ആ സഹോദരൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. സ്തോത്രം. രാമനാഥ് അയ്യർ എന്നാണ് തന്റെ പേര്. കർത്താവ് വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായത് ആ സംഭവത്തോടു കൂടിയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറയട്ടെ, ഹല്ലേലൂയ. ഞാൻ ഈ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അവിടോട്ട് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ ICUവിന്റെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് തരണം, കാരണം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ദേവാ നമുക്ക് മരിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ഡിഫറൻസും ഇല്ല. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറാഖീസ് ഓർ ഇന്ത്യൻസ്, ഈജിപ്ഷ്യൻസ്, ഒന്നും വ്യത്യാസമില്ല. ആരായിരുന്നാലും നമുക്ക് ഒന്നിച്ചു മരിക്കാം, ഈ മുറിയിൽ തന്നെ കിടക്കാം, ഇവിടുന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. ഒന്നിച്ചു മരിക്കുവാനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ എവിടെ പോയിരുന്നാലും മരണമാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇല്ല, നമ്മളിൽ ഒരു കുഞ്ഞു പോലും മരിക്കില്ല. ഞാനല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജീവിക്കുന്ന ആ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നോ പോകരുത് നിർബന്ധം പറഞ്ഞു. കാരണം ഞാൻ ആ ഹോസ്റ്റലില് താഴെ ICU, മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീയെ ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് തരുവാനായിട്ട് അവർ നിയമിച്ചിട്ടുണ്ട്. ആ മാമ പുറത്തോട്ട് പോയതിന്റെ നെറ്റിൽ തലയിൽ ബോംബ് ഷെല്ല് വീണ് തന്റെ ഡെഡ് ബോഡി അകത്ത് കൊണ്ടുവരുന്നത്. അത് കണ്ടിട്ടാണ് പറയുന്നത്, ഒരിക്കലും ഇത് ചെയ്യരുത്, പോകരുതെന്ന്. ഞങ്ങൾ നിർബന്ധം പറഞ്ഞു. ജോലിയുള്ളവര് ഇദ്ദേഹത്തിന്റെ ഞങ്ങളുടെ നിർബന്ധ പ്രകാരം ഞങ്ങളെ അനുവദിച്ചു തന്നു പ്രാർത്ഥിക്കാനായിട്ട് മുകളിൽ കയറി ടെറസിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് പരിഭ്രാന്തരായ എന്റെ കൂട്ടുകാര് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവര് അവരവരുടെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും കയ്യിലെടുത്തിട്ടുണ്ട്. എവിടോട്ട് ഓടി രക്ഷപ്പെടണമെന്ന് അറിയില്ല. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാ. ഹാലലുയ. രക്തപ്പുഴ ഒഴുകുന്ന അനുഭവം. ആംബുലൻസുകൾ വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഡെഡ് ബോഡികൾ വരുന്നുണ്ട്, അതോടൊപ്പം മുറിവേറ്റ ഭടന്മാരെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ചാടി ഓടി പോകുവാൻ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകാനാ ഈ ഓടുന്നത്? മതിൽ ചാടി പോയാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ഒരേ ഒരു അഭയസ്ഥാനം കർത്താവിന്റെ പാദപീഠം. മുട്ടുമടക്കുക, ദൈവത്തോട് പറയുക, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് ഒരു മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഹോസ്റ്റലുണ്ടായിരുന്ന മൊത്തം പേരും ഒരുമിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാത്തലിക്സിന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ, സ്തോത്രം, മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ നല്ലവരൊത്തു വലംഭാഗേന്ന്. ഹാലലുയ. എനിക്ക് ആ പ്രാർത്ഥന കേട്ടപ്പോൾ മനസ്സിലായി, ഈ പ്രിയ കൊച്ചിന് ഹാലലുയ സ്തോത്രം അവൾക്ക് ജീവിക്കുമെന്നുള്ള ഒരാശ പോലും ഇല്ലാതെയാണ് ഈ പറയുന്നത്. മരണത്തിന് ശേഷം തന്റെ വീട്ടുകാരും ഒത്തുമാത്രം കാണണമെന്നുള്ള ആഗ്രഹമാണല്ലോ എന്ന്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവിന്റെ ദാസിയെ, എനിക്കൊന്നും പറയാനില്ല. ഞാനല്ല ചെയ്യുന്നത്, ഞാൻ വെറും ഒരു സീറോയാണ്. എന്നാൽ എന്റെ കർത്താവാണ് അവിടെ ഹീറോ ആയിട്ട് നിൽക്കുന്നതും പ്രവർത്തിക്കുവാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നതും. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം പറയുവാനും ചെയ്യുവാനും ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ പ്രാർത്ഥിച്ച് മുട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വാർഡിൽ നിന്ന് വാർഡ് ബോയ് വന്ന് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ വാർഡിലേക്ക് വരണം, മിലിറ്ററിയുടെ കേണൽ അവിടെ എത്തിയിട്ടുണ്ട്, വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ആർത്ത നേഴ്സസ് ഒന്നും ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ ഒരു ഈച്ചപ്പുലി പോലെ ചാടിക്കടിക്കാൻ നിൽക്കുക. വേറെ ഇത് ഗോണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോയതാ. വാട്ട് ഈസ് ഇൻ യുവർ പ്രയർ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ശാന്തമായിട്ട് ഞാൻ പറഞ്ഞു, there is power in our prayer. We are calling upon the name of the living God. Hallelujah. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അവൻ വിടുവിക്കുന്ന ദൈവമാണെന്നും അദ്ദേഹം ഞങ്ങളൊരു ഫൂൾ ആണെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മർദ്ദനമേറ്റ് മരണാവസ്ഥയിലായ ഒരു സോൾജറിനെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അതുവരെ ഇറാൻ വന്ന് ആക്രമിച്ചതാണെന്നുള്ള ഒറ്റ ചിന്തയിലാണ് എല്ലാവരും ഈ അടുത്ത നിമിഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർദ്ദനമേറ്റ മനുഷ്യനെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് തന്റെ കയ്യിൽ നിന്നുള്ള തെറ്റുകൊണ്ട്
ബോംബ്, ഇറാഖിലെ ബോംബ് സ്റ്റോറേജ് മൊത്തം കത്തുപിടിച്ചിരിക്കുക. അവിടേക്ക് അടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് കൺട്രോൾ ചെയ്യുവാൻ ഒരു വ്യക്തിയെ കൊണ്ടും കഴിവില്ല. ഇനി എന്തെല്ലാം നാശങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, there is no one to control, but my God is the controller of the universe. Hallelujah. And he can do it. Hallelujah. ദൈവാത്മാവ് അങ്ങനെ നിർബന്ധിച്ചോണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവം സർവശക്തനാ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാൻ. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ സൃഷ്ടിച്ചതായ സർവശക്തനായ ദൈവം മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനുള്ളൂ എന്ന് തുറന്നു പറയുവാൻ ദൈവാത്മാവ് കൃപ നൽകി. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ, രാത്രിയായപ്പോഴേക്കും ഹല്ലേലൂയ സ്തോത്രം, ഇത് ശാന്തമായി നിലയ്ക്കുവാനുള്ളതായ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ രാത്രി സ്തോത്രം ആ ഡോക്ടേഴ്സ് പറയുവാനിടയായി, ദേവാ, യുവർ ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ. അതോടുകൂടെ എനിക്ക് ഏറ്റവും എതിരായി നിന്നവര് ഹല്ലേലൂയ സ്തോത്രം, ഒരു കാത്തോലിക്ക വിഭാഗത്തിലുള്ള സഹോദരി, ഞാൻ പറഞ്ഞല്ലോ പാട്ടുപാടിയെന്ന് മരിക്കുമ്പോൾ ചെല്ലാനുള്ള കാര്യം, ആ സഹോദരിയും ഒരു ഹല്ലേലൂയ സ്തോത്രം ലൂതറൻ സിസ്റ്റർ, ഒരു CSI, അവര് 3 പേരും ഈ ഞാൻ പറഞ്ഞതായ ബ്രാഹ്മിൻ 4 പേരെ ആദ്യമായിട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം തന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനും ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. സ്നാനത്തിലെ രക്ഷയുടെ സന്ദേശം എനിക്ക് പറയുവാൻ പറ്റും, പക്ഷെ സ്നാനപ്പെടുത്താൻ എനിക്ക് പറ്റില്ലല്ലോ, ഞാനൊരു സ്ത്രീയല്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എവിടെ പോകണമെന്ന് അറിയില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇറാഖ് യുദ്ധഭൂമിയാണെങ്കിലും നമ്മൾ പറയുന്നത് പോലെ, വചനത്തിൽ വായിക്കുന്ന പോലെ, നിനവേ പട്ടണം മുതല് ഏദൻ തോട്ടം വരെയുള്ളതായ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇറാഖിന്റെ 4 വശത്തു നിന്നുള്ളതായ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ബാഗ്ദാദിൽ ചേർന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കിർക്കൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ദേവദാസൻ ഹല്ലേലൂയ ഒരുമിച്ച് വരുന്നത്, ബാഗ്ദാദിൽ വരുന്ന താൻ ഇന്ന് ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ചിക്കാഗോയിലുണ്ട്. ശാമുൽ ജോർജ് എന്നാണ് തന്റെ പേര്. അവിടെ താൻ വരണമെന്ന് തന്നെ വിവരം അറിയിച്ചു. അവിടുന്ന് സഹോദരങ്ങളുമായി ഹോസ്റ്റലിൽ വന്നു, സംസാരിച്ചു. കർത്താവിന് സ്തോത്രം. ഇവരെ 4 പേരെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി. തുടർന്ന് കർത്താവ് ഓരോരുത്തരെയും വിളിച്ചു വേർതിരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മഭാരത്തോടുകൂടെ ടെറസിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. കാരണം താഴെ ഇരുന്നാൽ ഇവരുടെ ശബ്ദമൊക്കെ നമുക്ക് ഏകാഗ്രത ലഭിക്കാത്തത് കൊണ്ട് ടെറസിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. ഇവരെന്നോട് പറയും, ദേവാൻ സൈറൺ കേൾക്കുമ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെടും, നീ ആ ടെറസിൽ കിടന്ന് മരിക്കും, ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ എന്ത് ചെയ്യണം, നീ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന്. പക്ഷെ ഒരു വചനം എന്നെ ഉറപ്പിച്ചത്, സ്തോത്രം ഹല്ലേലൂയ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തുമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പെനിക്കുണ്ട്. മരിച്ചാൽ ക്രിസ്തുവിന്, ജീവിച്ചാലും ക്രിസ്തുവിന്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ നാമത്തിലാണ് സകലതും സംഭവിക്കുന്നത്. കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് അടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. വിളിച്ചവരൊക്കെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നു, സ്നാനപ്പെടുത്തുന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്നാനപ്പെടുത്തിയ അതേ കർത്താവിന്റെ ദാസനിൽ കൂടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. മകളെ, നീ രാത്രിയാമങ്ങളിൽ ഏകയായി പൊഴിക്കുന്ന കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുവാൻ പോകുന്നുവെന്ന്. ഞാനിത് തീരുമാനം കേട്ട ഉടനെ ഇറാഖിൽ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതല്ല ചിന്ത വന്നത്. പെട്ടെന്ന് ഞാൻ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. ദൈവം എന്നെ അയക്കുന്ന സ്ഥാനത്തേക്ക് പോകുക. എന്റെ അനുഭവം അതാണ്. എനിക്ക് പാരമ്പര്യം പറയാൻ ഒന്നുമില്ല. മറ്റുള്ളതായിട്ടുള്ളതായ മതങ്ങളെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അത് പറഞ്ഞ് അപ്പോൾ അവര് തന്നെ പറഞ്ഞു, സ്നേഹത്തിനോടുകൂടെ പറഞ്ഞു, അങ്ങനെ റിസൈൻ ചെയ്യരുത്, ഇവര് നിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ലെങ്കിൽ നീ പോയിക്കോ, എന്നാൽ ഇവിടെ നിൽക്കണം, ഞങ്ങളെ വിട്ട് അങ്ങനെ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ദൈവ ശബ്ദത്തിന്റെ മുൻപില് മാനുഷിക സ്നേഹത്തിന് സ്ഥാനമില്ല. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു.
പക്ഷെ ദൈവം എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത്. റെസിഗ്നേഷൻ കൊടുത്തു. 84 ഡിസംബറിൽ നാട്ടിൽ വന്നു. അന്നും നാട്ടിൽ എതിർപ്പ് തന്നെയാണ്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാം എതിർപ്പിൽ തന്നെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, അവരോട് എനിക്കൊരു വെറുപ്പുമില്ല. കാരണം അവരത് അറിയാത്തത് കൊണ്ടാണ്. അവർ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, സത്യം അറിയാത്തത് കൊണ്ട് അവരാ മതം വിട്ടു പോകുന്നതായ ഒരു അനുഭവം അവർക്ക് അഭിമാനത്തിനും ദേശത്തിനും അല്ലെങ്കിൽ അനുവദിക്കാത്തതായത് കൊണ്ടുള്ളതായ വെറുപ്പാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. 85 ഏപ്രിൽ മാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം, സൗദി അറേബ്യയിലേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവിന്റെ ദാസിയെ ഞാൻ പറയട്ടെ, ഇറാഖ് യുദ്ധഭൂമിയാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, യാത്ര ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇറാഖിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും സഞ്ചരിക്കുവാൻ. എന്നാൽ സ്തോത്രം, സൗദി അറേബ്യയിൽ യാതൊരു കണ്ടിട്ടില്ല. സ്തോത്രം, തലമൂടി കാണണം, കവർ ചെയ്യണം, പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. ഒരാവശ്യത്തിന് വേണമെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ബസ്സിൽ കയറ്റി അവര് കൊണ്ടുപോകുന്ന സ്ഥാനത്തിറക്കി ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിച്ച് അകത്ത് കയറി പോരുക എന്ന് മാത്രമേ അടയ്ക്കപ്പെട്ടതായ ഒരു ജീവിതം. വേദപുസ്തകം കയ്യിലെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ട് സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ കരയുവാൻ തുടങ്ങി, കർത്താവേ എന്റെ കണ്ണുനീര് കണ്ടത് ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്കാണോ ദൈവം നിന്നെ അയച്ചതെന്ന് ഹല്ലേലൂയ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇറാഖിനുള്ളായിരുന്ന ഈ കർത്താവിന്റെ ദാസൻ എനിക്ക് മറുപടി എഴുതി. ഹല്ലേലൂയ, ഞാൻ ഇവിടുത്തെ അവസ്ഥകളൊക്കെ അങ്ങോട്ട് അറിയിച്ചപ്പോൾ പറഞ്ഞു, മകളെ, നയമാന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് കൊണ്ടുപോയിരുന്ന ബാല്യക്കാരത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. സമയമായപ്പോൾ ഹല്ലേലൂയ നയമാന്റെ കുഷ്ഠൻ രോഗം മാറ്റുന്നതിന് വേണ്ടുന്ന പ്രതിവിധി അവളാണ് പറഞ്ഞു കൊടുത്തത്. നിന്നെ അങ്ങോട്ട് അയച്ചിരിക്കുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം തക്ക സമയത്ത് അത് നിറവേറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും താൻ അതിൽ വളരെ അഭിമാനമുള്ളവനാണ്. ആ വചനം തന്നോട് അറിയിക്കുകയും ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ നാമത്തിൽ അത് ഞാൻ അനുസരിക്കുകയും ചെയ്തു. 10 ദിവസം റമദാന്റെ സമയമായപ്പോൾ ഉപവസിക്കുവാൻ തുടങ്ങി. 10 ദിവസത്തെ ലീവാണ് അന്ന് റമദാന് തരുന്നത്. ആ ഉപവാസം തുടങ്ങി. ഞാൻ ഹോസ്റ്റലില്, അവിടെയും ഇത് തന്നെയാണ്. എല്ലാവരും ഉണ്ട്. കാത്തലിക്, ഹിന്ദുക്കളെ ആരുമില്ല. കാത്തലിക്സ്, യാക്കോബൈറ്റ്സ്, മാർത്തോമൈറ്റ്സ്, മറ്റുള്ളതായിട്ടുള്ള വ്യക്തികള്. ഹല്ലേലൂയ. അപ്പോൾ പേരിന് പോലും ആരോടും അവിടെ മറ്റൊന്നും പറയാനില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസം തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുവാൻ തുടങ്ങി. കുറച്ചു പേര് ഒന്നിച്ചിരുന്നു. കർത്താവിന്റെ വലിയ കൃപ എന്ന് പറയട്ടെ. കർത്താവിന് സ്തോത്രം. ആ ഉപവാസ പ്രാർത്ഥനയിൽ 4 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതും കാത്തലിക്സ്, യാക്കോബൈറ്റ്സ്, ഹല്ലേലൂയ മാർത്തോമ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നവനാണെന്ന് ഹല്ലേലൂയ അനുഭവത്തിൽ കൂടെ പറയുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിമാര് ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹല്ലേലൂയ വചനം പറയുമ്പോൾ എന്റെ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ളതായ ഒരു സഹോദരി ഹല്ലേലൂയ മേരി വിജി ഇന്ന് ഇംഗ്ലണ്ടിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യും. അന്ന് നമുക്ക് മറ്റുള്ള വാട്സാപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കാസറ്റ് റെക്കോർഡ് ചെയ്ത് മറ്റു ഹോസ്റ്റലുകളിലുള്ളതായ നഴ്സുമാർക്ക് കൊടുത്തയക്കും. കാരണം ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ലല്ലോ. മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുത്തു വിടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർക്കും വചനം കേൾക്കുവാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ എനിക്ക് കടന്നു പോയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിധത്തിൽ ആ സഹോദരി ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഓരോരുത്തരെ വിളിച്ചു വേർതിരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ അവരെ സ്നാനപ്പെടുത്തുവാൻ പിന്നെ എനിക്ക് മാർഗമില്ല. സൗദിയിൽ എവിടെ ചെയ്യും? ഇറാഖിൽ സഹോദരങ്ങളെ ദൂരത്തുനിന്ന് വിളിച്ചു വരുത്താം. ഇവിടെ അതിന് സാധ്യമല്ലാതിരുന്നത് കൊണ്ട് ചിലര് ബോംബെയില്, ചിലര് ഡൽഹിയില്, ചിലര് കേരളത്തില്, പലരുടെ സ്ഥലങ്ങളിലായി അറിയപ്പെടുന്ന ദൈവദാസന്മാരുമായി ബന്ധിക്കപ്പെടുവാനും അവരെ സ്നാനം സ്വീകരിക്കുവാനും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസ്തരായിട്ട് നിൽക്കുവാനും ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഓരോരുത്തരും വിളിച്ചു വേർതിരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ ദേശത്തു നിന്ന് ഒരു കുഞ്ഞു പോലും രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തെ കുറിച്ചാണെങ്കിലും വളരെ എതിർപ്പുകള്. കാരണം ഒരു വിധത്തിലും ഹല്ലേലൂയ സ്തോത്രം ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിക്കുക എന്നുള്ളതായ
കാര്യം ചിന്തിക്കുവാൻ പോലും ആ ദേശക്കാർ സമ്മതിക്കില്ല. 2 കഷ്ണമായി വെട്ടിമുറിച്ചിട്ടാലും ഹല്ലേലൂയ മാറ്റമൊന്നുമില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാനുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ഭരിക്കുന്നത് ലാഭവുമാണ്. മറ്റൊന്നുമില്ല. എന്നെ വിളിച്ചവൻ, ഞാൻ നനയ്ക്കാത്ത നേരത്ത് എന്നെ വിളിച്ചു വേർതിരിച്ചവൻ, ഞാൻ അങ്ങോട്ട് തേടി ചെന്നതല്ല, എന്നെ വിളിച്ചു വേർതിരിച്ച പ്രാണപ്രിയന്റെ ഹല്ലേലൂയ ആ സ്നേഹം പങ്കുവെക്കുക, മറ്റുള്ളവരെ അറിയുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ കൃപയാൽ 1991 കർത്താവിന്റെ കുടുംബജീവിതം ദാനം ചെയ്തു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തി. കർത്താവിന്റെ കരുണ, ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഹല്ലേലൂയ സ്തോത്രം താമസിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആ ഭവനത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. ഹല്ലേലൂയ. 1 വർഷം ഹല്ലേലൂയ പുതുതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ത് പ്രവൃത്തികൾ ഉണ്ടാകുമെന്ന്. എന്നാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെറും 2 കുടുംബമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചെങ്കിലും കർത്താവിന്റെ വലിയ കൃപയാൽ 6 മാസമായപ്പോഴേക്കും ഒരു 36 ആത്മാക്കളെ ദൈവം തരുവാനിടയായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുമെങ്കിലും പ്രിയപ്പെട്ടവൻ പോയി വാഹനമായി കടന്നുപോയ ആൾക്കാരെ കൊണ്ടുവരും. തമ്മിലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥന കഴിയും, അവരെ തിരിച്ചു കൊണ്ടുവിടും. അങ്ങനെ മറ്റെല്ലാ വിധത്തിലുള്ള ശുശ്രൂഷകൾക്കും 100% എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാനിടയായി. ദൈവജനം ഹാലിൽ കൂടി വരാൻ തുടങ്ങിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യമായിട്ട് എന്റെ ഭവനത്തിൽ നിന്ന് എന്റെ മൂത്ത സഹോദരിയുടെ ഇളയ മകൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് സ്നാനപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് മാർഗമില്ല. സ്തോത്രം. അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവരും ഒരു കാത്തലിക് കുടുംബമാണ്. അവർ 2 പേരും, ഒരു മാർത്താമ സഹോദരനും പിന്നെ എന്റെ സഹോദരിയുടെ മകനും ചെങ്കടലിൽ പോയി വേണം സ്നാനപ്പെടുത്തുവാൻ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് 350 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം അവിടെ പോയി സ്നാനപ്പെടുത്തുന്നതിന്. അവിടെയും സ്നാനപ്പെടുത്തുവാനായിട്ട് എന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലല്ലോ, ദൂരത്ത് നിന്ന് മറ്റ് റിയാദിൽ നിന്ന് ദേവദാസനും കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ സ്നാനപ്പെടുത്തുവാനും തുടർന്ന് രക്ഷിക്കപ്പെടുന്നവരെ ഓരോരുത്തരെയും കർത്താവ് അങ്ങനെ ചേർക്കുവാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. എന്നാൽ പിശാച് അടങ്ങിയിരുന്നില്ല. അവൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അധികാരികൾ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ 95 മാർച്ച് മാസം 31-ാം തീയതി ഭവനം റെയ്ഡ് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്. കാരണം ഞാൻ അന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ളതായ സ്തോത്രം കാസറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയുടെ എല്ലാ തെളിവുകളും ഉണ്ട്. സ്നാനപ്പെടുത്തിയതായ ഫോട്ടോസ്, ആൽബം, എല്ലാ കാര്യങ്ങളും അവർ കണ്ടെടുത്തു. വീട് വന്ന് റെയ്ഡ് ചെയ്തപ്പോൾ കീഴ്മേൽ മറിച്ച് അവർ ശോധന ചെയ്തു. എല്ലാം കിട്ടിയപ്പോൾ പറഞ്ഞു, രാജൻ, ഹസ്ബൻഡിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ, ദിസ് ഈസ് യുവർ കാർ ആൻഡ് ദിസ് ഈസ് ദ പ്രൂഫ്. അപ്പൊ നിന്നെ ഞങ്ങൾക്ക് ജയിലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പ്രിൻസിന്റെ അധികാരപത്രവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസും ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകണം. അപ്പൊ പ്രിയപ്പെട്ടവൻ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് താൻ ഇങ്ങനെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഐ എം ആൾസോ കമ്മിങ് വിത്ത് യു. ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ചത്, ഹല്ലേലൂയ, അന്ന് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിലും പോകുന്നുണ്ട്. 300-300-ലധികം പേരുള്ളതായ ഒരു ഗ്രൂപ്പാണത്. അതൊരു ഫാമിനകത്ത് ഉള്ളിലൊരു ഭവനം വാടക എടുത്തിട്ടാണ് അവിടെ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, പെട്ടെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ഇവരെ അന്ധത പിടിപ്പിക്കണമേ. ആ ഫയൽ ഇവരുടെ കയ്യിൽ കിട്ടാൻ ഇടയാകരുത്. കാരണം അന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സാറ്റാൻസ് അറ്റാക്ക് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്നുള്ളൊരു വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് ചെയ്തു. അത് കിട്ടിയാൽ മാത്രമല്ല, ഫുൾ ഗ്രൂപ്പ് ഫോട്ടോ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ജയിലിൽ അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ജയിലിൽ കിടക്കും. എന്നാൽ ഇവര് മുഴുവനും കുഞ്ഞുങ്ങളും ആബാല വൃദ്ധം കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ച് ഓർത്തപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് മാത്രം അവരുടെ കയ്യിൽ കിട്ടാതെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും എടുത്തു. വരുന്ന വഴിയിൽ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്ന 2 സഹോദരന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഇവർ ജയിലിലിട്ടു. ജയിലിലിട്ടത് 2 പേരെയും 2 മുറിയിലിട്ടു. 2 പേരെയും ചോദ്യം ചെയ്യപ്പോൾ പരിശുദ്ധാത്മാവ് ഒരേ ഉത്തരം
രണ്ടുപേരുടെയും വായിൽ കൊടുത്തു. ഞങ്ങളോട് ചോദ്യം ചെയ്തപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ വചനം സത്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമ്പോൾ പറയേണ്ടുന്നത് എന്തെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് തരുമെന്നുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവരോടും പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചിട്ട് ഈ ചെങ്കടലിൽ വെച്ച് സ്നാനപ്പെടുത്തുന്നതായ ഫോട്ടോ എടുത്തിട്ട് ഇവര് ചോദിക്കുവാണ് ദൈവത്തിന് സ്തോത്രം, വാട്ട് ആർ യു ഡൂയിങ്? എന്നിട്ട് അവര് തന്നെ അതിന് ഉത്തരം പറഞ്ഞു, ആർ യു ടീച്ചിങ് സ്വിമ്മിങ്? ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ ഇവരെ സ്വിമ്മിങ് പഠിപ്പിന്. തിരിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ല, ചേട്ടൻ യെസ് എന്ന് മാത്രം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ സലാട്ടയുമായി സ്തോത്രം. അവരുടെ പ്രാർത്ഥന വാങ്ക് വിളിക്കുമല്ലോ മുസ്ലിംസ്, അതിന്റെ സമയമായപ്പോ പറഞ്ഞു, രാജൻ വി ആർ ഗോയിങ് ആൻഡ് വിൽ കം ബാക്ക് എന്ന്. അപ്പൊ ഇവര് ഇത് മുഴുവൻ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് പോയി തിരിച്ചു വരണം. അന്നേരം മാർച്ച് മാസം 31 നല്ല തണുപ്പാ. ചേട്ടൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങൾക്ക് ചുടുവെള്ളം തരാം, കാരണം നിങ്ങളുടെ കാലും കാതും കണ്ണും ഇതൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് വേണമല്ലോ ഇവർക്ക് മുസ്ലിംസിന് പ്രാർത്ഥിക്കാനിരിക്കാൻ. അതിനുവേണ്ടി ആ റൂം ഇത്ര വലിയ റൂമാണ്, നിങ്ങൾക്ക് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ, ഞാൻ ചുടുവെള്ളം. ഇത് കേട്ടതേ അവർക്ക് അങ്ങ് അതിശയമായി. നമ്മെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരുടെ കാലും കൈയും കഴുകാനുള്ള വെള്ളം പിടിച്ചു കൊടുത്ത് അവർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരങ്ങനെ തന്നെ അവിടെ നിന്നു. 5 ഭയാനകമായിട്ടുള്ളതായ രൂപമുള്ള വ്യക്തികൾ അവിടെ കടന്നു വന്നിരിക്കുന്ന മതം. അവിടെ അന്ന് പറയുന്നത് സ്തോത്രം, അവര് മുത്തവന്മാരെന്നാണ് സൗദിയിൽ അതിന് പറയുന്നത്, അല്ലല്ലോ മത നേതാക്കന്മാര്. അവര് അങ്ങനെ നിന്നിട്ട് ഈ എടുത്തു വെച്ച സാധനങ്ങൾ മുഴുവൻ മേശപ്പുറത്തേക്ക് തിരിച്ചു വെച്ചു. നമ്മുടെ ഡോക്യുമെന്റ്സ് എടുത്തതെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, എന്റെ വൈഫിനോടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ പോകണം, കാരണം എന്നില്ലേ ഈ ചോദ്യം ചെയ്യുന്ന മുഴുവനും. അന്നേരം അവര് പറഞ്ഞു, ഞങ്ങളെല്ലാം അവളുടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി അവളെ കുറിച്ച് അന്വേഷിച്ചു, ഞങ്ങൾ പലയിടത്തും പോയി അന്വേഷിച്ച് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സ്തോത്രം, ഞങ്ങൾക്കിത് പ്രിൻസിന്റെ അധികാര പത്രവുമായിട്ട് ഞങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടി വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് നല്ല റിപ്പോർട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം, സംസാരിച്ചു കഴിഞ്ഞു. ഇവർ പോയി സലായ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഇവർ പോയതേ ഞങ്ങൾ പെട്ടെന്ന് ബാക്കിയുള്ള ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റ്സ് എടുത്ത് പെട്ടെന്ന് ആ ഫാമിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ താമസിക്കുന്ന ഭവനം മുറ്റും ഇവരുടെ വണ്ടികൾ കൊണ്ട് വളഞ്ഞിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഒരു വശത്തേക്ക് പുറത്തുമില്ല. കാരണം കേറി വന്നതേ ഇവര് പ്രാർത്ഥന നടക്കുന്ന റൂമിലേക്കാണ് കയറിയത്. ആദ്യം ചോദിക്കുന്ന ചോദ്യം, വേർ ആർ ദ 25 ബൈബിൾസ് യു കെപ്റ്റ് ഹിയർ? അപ്പൊ അത്ര പോലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നെന്നുള്ളത്. അങ്ങനെ എല്ലാം തുറന്നു കാണിച്ചു. ആരുമില്ലായിരുന്നു. ദൈവകൃപയാൽ അന്ന് നമ്മുടെ നാട്ടിലുള്ളതായ കോഴിക്കോടുള്ളതായ പാസ്റ്റർ നോബിൾ പി തോമസ് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ അന്ന് ദൈവത്തിന്റെ ദാസൻ അവിടെ ഇല്ല, ജോർദാൻ കാണാനായിട്ട് തന്നെ കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഓരോരുത്തരെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പിന്നെ പുറത്തു പോകാൻ കഴിയില്ല. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ വാച്ച് ചെയ്യും, ഇവര് ഫോളോ ചെയ്യും. എന്നെ ജോലിക്ക് കൊണ്ടുവിട്ട് വരാൻ അല്പസമയം വൈകിട്ട് ഒരു ദിവസം വന്നപ്പോൾ അവർ ചോദിച്ചു, രാജൻ വേർ യു ഗോയിങ് അറ്റ് 4 PM എന്ന്. അത്ര പോലും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ വണ്ടി നോട്ട് ചെയ്തുകൊണ്ട്. എന്നാൽ കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ഞാൻ കൃപയാൽ ദൈവത്തിന്റെ കരുണയോ പറയട്ടെ, ഞങ്ങൾ അടങ്ങിയിരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എല്ലാം ഞങ്ങൾ വെള്ളിയാഴ്ച ആകുമ്പോൾ രാത്രിയാമങ്ങൾ വ്യാഴാഴ്ച രാത്രി ഹല്ലേലൂയ ഭക്ഷണം പാകം ചെയ്ത് ഒരു പിക്നിക്കിന് പോകുന്നത് പോലെ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഉയർന്ന മലകളുടെ അടിവാരത്തിൽ ചെന്നിരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു ടോർച്ചില് അതിനെ ഒരു ടവല് കൊണ്ട് പൊതിഞ്ഞ് ഹാൻകർച്ചി കൊണ്ട് പൊതിഞ്ഞ് ആ വെളിച്ചത്തിൽ വചനം വായിക്കും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. എല്ലാവരും പിന്നെ ഒരു പിക്നിക് പോലെ തിരിച്ചു വരുന്ന അനുഭവമാണ്. കാരണം അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഇരമ്യാവ് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി നിന്റെ നാമത്തിൽ സംസാരിക്കയില്ല എന്ന് പറഞ്ഞാൽ ഇനി അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ സഹോദരങ്ങള് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കൊന്നും ചെയ്യാനും ആരുടെ വീട്ടിലേക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല. കർത്താവിന്റെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം.
പിന്നീട് ഇന്ന് കുണ്ടറയിലുണ്ട്. കർത്താവിന്റെ ദാസൻ മനോജ് വർഗീസ് എന്നാണ് പേര്. അന്ന് സ്തോത്രം ഞങ്ങളോടുകൂടെ ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് താൻ വചനം വായിക്കും, ശുശ്രൂഷിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളെ വീട് അവിടെ അടച്ചിടേണ്ടി വന്നെങ്കിലും തൃശ്ശൂരിൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. 17 വർഷത്തിന് ശേഷം ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന് 17 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ 78 വയസ്സുള്ള പ്രിയ മാതാവും സഹോദരങ്ങളും ഒരുമിച്ച് 7 പേര് ഒരേ ദിവസം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ തൃത്തല്ലൂരിലെ ഭവനം ദൈവത്തിന് വേണ്ടി തുറക്കപ്പെടുവാൻ ഇടയായി. അവിടെ പേരിന് പോലും ഒരു ക്രിസ്ത്യാനികളില്ലാത്ത ദേശത്ത് അവർക്ക് ആരാധനയ്ക്ക് പോകുവാൻ ഒരു സ്വാതന്ത്ര്യമില്ല, സാവകാശമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തു നിന്നൊരു ദൈവദാസൻ ശനിയാഴ്ച വീട്ടിൽ വന്ന് അവരോടുകൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവരങ്ങൾ അറിഞ്ഞ് മറ്റു പലയിടത്തു നിന്നും ഓരോരുത്തരും കടന്നു വരുവാൻ ഇടയായി. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആരുമല്ലെങ്കിലും ദൂരത്തു നിന്നുള്ളതായ മറ്റു ഗ്രാമങ്ങളിൽ നിന്ന്, മറ്റു വില്ലേജുകളിൽ ഒക്കെ വരുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ 6 വർഷക്കാലം കർത്താവ് അത്ഭുതകരമായിട്ട് ആ ഭവനത്തിൽ ആരാധന നടത്തുവാൻ ദൈവം ഇടയാക്കി. ദൈവം അനേകരെ വിളിച്ചു വേർതിരിച്ചു കൊണ്ടിരുന്നു. സഹോദരിമാരും കുടുംബമായിട്ട് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവം വിശ്വസ്തനാ. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന. എങ്കിലും അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. പിശാച് അടങ്ങിയിരുന്നില്ല. 6 വർഷം കഴിയുമ്പോഴേക്കും അതിനിടയിൽ അനേക പ്രശ്നങ്ങളിൽ കൂടെ ദേശത്തു നിന്ന് ഹല്ലേലൂയ സ്തോത്രം, മതനേതാക്കന്മാരിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, രാഷ്ട്രീയ നേതാക്കളിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ. അതൊന്നും വിവരിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ പാർട്ടാണല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരറിയാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണുകുരുടായിരിക്കുന്നിടത്തോളം കാലം അവരതറിയില്ല. എന്നാൽ ദൈവം അവരുടെ കുരുട്ടുകണ്ണുകളെ തുറന്നാൽ ഈ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയാനിടയാകും. ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും അന്നും പറയുന്നതും അത് മാത്രമേ ഉള്ളൂ. ദേശം വിടുവിക്കപ്പെടണം, ജനം രക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ അവരുടെ അന്ധതയാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അന്ധതയാണ് ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞത്, സുവിശേഷം ഞാൻ അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അവനെ കുറിച്ച്, എന്റെ കർത്താവിനെ, എന്റെ വീണ്ടെടുത്ത എന്റെ പ്രാണനാഥനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് കഷ്ടമാ. അതുകൊണ്ട് എനിക്ക് പറയുവാൻ, ഞാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പ്രശംസിക്കാനും ഒന്നുമില്ല. അത് ദൈവം തന്ന ശബ്ദം, അവൻ തന്ന നാവ്, അവൻ തന്ന കൃപ. ഹല്ലേലൂയ. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്തോത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ 2001 അത്ഭുതകരമായിട്ട് അമേരിക്കയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് കടന്നു വരുവാൻ എനിക്ക് ഇടയാക്കി. ദൈവം വഴി തുറന്നു തന്നു. അതെന്റെ ആത്മമാതാവിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം താൻ കടന്നു വരുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സ്തോത്രം, പ്രിയ സഹോദരി, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടെന്നാൽ അതിനൊന്നും ഇതിന് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവര് എന്റെ ഒരു സ്തോത്രം, അന്ന് നമുക്ക് ലോക്കൽ ഗാർഡിയനായിട്ട് അവിടെ ആരും ഇല്ലല്ലോ, ദൂരത്ത് ചെന്നിരിക്കുമ്പോൾ. അപ്പോൾ അനുവിന്റെ ചേച്ചിയും ചേട്ടനും ഒക്കെയാണ് ഞങ്ങളുടെയും ഹല്ലേലൂയ സ്തോത്രം ലോക്കൽ ഗാർഡിയനായി നിന്നിരുന്നത്. ആ കുടുംബം എന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തന്റെ മാതാവും സഹോദരങ്ങളും ഒക്കെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അനുവിൽ കൂടെ. അപ്പൊ മാതാവ് അവിടെ അമേരിക്കയിൽ ഉള്ളത് കൊണ്ട് തന്നെ കാണുവാനായിട്ട് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം പോകുവാനുള്ള വിസ ക്രമീകരിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടെ അമേരിക്കയിലെ 6 സ്റ്റേറ്റുകളിൽ പോയി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനും എന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ ഇടയാക്കി. ഞാൻ തിരിച്ചു വരുമ്പോൾ അറിയുന്നത്, വീട്ടിൽ ഹല്ലേലൂയ സ്തോത്രം വളരെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം ഹല്ലേലൂയ സ്തോത്രം, എതിരാളികൾ വന്നുകൊണ്ട് ഹല്ലേലൂയ സുവിശേഷ വിരോധികളാല് പറയുന്നതായ ഇങ്ങനെയാണ്, ഇതുവരെ ഞങ്ങൾ വാക്കാൽ പറഞ്ഞു, അടുത്തത് വാളാലെയാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എത്ര വേഗം പ്രാർത്ഥന മാറ്റണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം ഇവരെല്ലാ പദ്ധതികളും ഒരുക്കി വീട്ട് ആക്രമിക്കുവാനായിട്ട് വരുന്ന സമയത്ത് റോഡിൽ വെയിറ്റ് ചെയ്യുക. അപ്പൊ അന്നത്തെ കാലത്ത് റോഡിൽ നിന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു 20 രൂപയുടെ ദൂരമുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ ബസ്സിൽ നിന്നൊരു സഹോദരൻ ഇറങ്ങിയ സമയത്ത്, എന്റെ പേര് ജോൺ പുലിക്കോട്ടിൽ എന്നാണ്. സ്തോത്രം. ഇന്നും വളരെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ ജ്വലിച്ചു നിൽക്കുന്ന ദേശത്ത് അല്ല, താൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇവര് ചോദിച്ചു, ജോൺ നീ എവിടെ പോവുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവാ. അയ്യോ, നീയുമുണ്ടോ ആ കൂട്ടത്തില്? കാരണം ചോദിച്ചപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ പറയാം, ഞങ്ങളുടെ പദ്ധതി ഇതായിരുന്നു. ഇന്ന് നിങ്ങൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മധ്യത്തിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കും.
വാതിൽ തുറക്കും, ഞങ്ങൾ അകത്ത് കയറി എല്ലാവരെയും ഉപദ്രവിക്കേണ്ടുന്ന അവര് പ്ലാൻ ചെയ്ത പദ്ധതികളൊക്കെ ഈ സഹോദരനോട് പറഞ്ഞു. ഇങ്ങനെയാണ് തീരുമാനിച്ചത്. സഹോദരൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ വന്നു, ആരാധിച്ചുകൊണ്ടിരുന്നു. താൻ തന്നെ വാതിൽക്കൽ ഇരുന്നു. കാരണം ഡോറ് ബെല്ല് അടിക്കുകയാണെങ്കിൽ ഈ സഹോദരൻ ആദ്യം പുറത്തു നിന്ന് നിൽക്കാം എന്നുള്ള സമർപ്പണത്തോടെ താൻ ആരോടും ഒന്നും മിണ്ടിയില്ല, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ആരാധന കഴിഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ ഒന്നും ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സഹോദരനെ അവിടെ വെച്ച് കണ്ടത് തന്നെ ദൈവത്തിന്റെ ഒരു പദ്ധതിയായി മാറി. എന്നാൽ സ്തോത്രം, ഭീഷണി വളരെയധികം മുഴക്കിക്കൊണ്ടിരുന്നു. എന്റെ സഹോദരങ്ങള് വളരെ ദേഹോപദ്രവങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരെല്ലാവരും കർത്താവിന്റെ കൃപയാൽ ഇന്ന് രക്ഷയിലായിരിക്കുന്നു, സന്തോഷം അനുഭവിക്കുന്നുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരൊക്കെ ഹല്ലേലൂയ സ്തോത്രം തീഷ്ണതയോടുകൂടെ ദൈവം നിർത്തുവാനിടയാക്കി. കർത്താവിന്റെ വലിയ കൃപ. എന്നാൽ സ്തോത്രം, വീട്ടിൽ ആരാധന തുടരുവാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങള്. വരുന്നവരുടെ 2 ചെരുപ്പിൽ നിന്ന് 1 ചെരുപ്പെടുത്ത് എറിഞ്ഞു കളയും. അല്ലെങ്കിൽ സ്തോത്രം സ്കൂട്ടർ കൊണ്ട് വെക്കുന്നത്, അല്ലെങ്കിൽ കുഴി കുഴിച്ചിട്ട് അല്ലെങ്കിൽ സ്തോത്രം ഇറങ്ങുമ്പോഴത്തേക്കും അതിൽ വീഴത്തക്ക വിധത്തിൽ ചെയ്യാവുന്ന ഉപദ്രവങ്ങളെല്ലാം ചെയ്തു നോക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്തിരിഞ്ഞു പോകുവാൻ സ്വർഗം ആരെയും സമ്മതിച്ചില്ല. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരുണയാൽ അങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളൊരു പുറത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ഹൈവേയിൽ തന്നെ തൊട്ടടുത്ത് സ്ഥലം വാങ്ങിച്ച് ഹോള് പണിയുവാനും കർത്താവിനെ സ്തോത്രം ഒരു ആരാധനാലയം പണിത് അവിടെ പ്രാർത്ഥന ആരംഭിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കർത്താവ് ഇന്നും ആ സ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ മാത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആ ദേശത്തോട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 19 വർഷം അങ്ങനെ പോയപ്പോഴേ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്ന് കർത്താവ് UK അയക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോഴേക്കും ഹല്ലേലൂയ ഞങ്ങളുടെ സൗദിയിൽ ഉണ്ടായിരുന്നതായ എന്നോട് കൂടെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയും ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം കാസറ്റൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. അങ്ങനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും മുന്നോട്ട് വളരെ തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ലാത്ത അവസ്ഥകളായി. എന്നാൽ ഞാൻ ആ സമയത്ത് വേറെ പുറത്തുള്ളതായ നേഴ്സസ് ഹോസ്റ്റലുകളിൽ ശുശ്രൂഷിക്കാൻ കടന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജോലി ചെയ്യുന്ന ഹോസ്റ്റലിലും പോകും, മറ്റു പുറത്തുള്ളതായ മറ്റു ഹോസ്പിറ്റലുകളിലും നേഴ്സസ് ഹോസ്റ്റലിൽ പോയിട്ട് ദൈവവചനം പങ്കുവയ്ക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിലും അവർ ഒറ്റിക്കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഒരു ദിവസം ഹോസ്റ്റലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞാനും ഇന്ന് UK കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസനും ദാസിയുമാണ് ഇന്നവര്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് താഴെ ഒറ്റിക്കൊടുത്തവർ വന്നിട്ട് വിളിച്ചു, അവളെ ഇറക്കി വിടുവാൻ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് പെട്ടെന്ന് ഒരു മാത്തമക്കാരി സഹോദരി ഫോൺ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു, ദയവെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം, ഇവര് റൈഡ് ചെയ്യുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്, രക്ഷപ്പെടുവാൻ മാർഗമില്ല. ഹല്ലേലൂയ. ചേട്ടൻ എന്നെ കൊണ്ടുപോകാനായിട്ട് വാഹനവുമായിട്ട് വന്നാൽ ഞങ്ങളെ 2 പേരെയും അവര് പിടിക്കും. അതുകൊണ്ട് ആ സഹോദരി തന്നെ ഞാൻ അറിയാതെ, ഞാൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി തന്നെ പെട്ടെന്നൊരു മുസ്ലിം യുവാവിനെ, അവിടുത്തെ ഒരു എക്സ്റേ ടെക്നീഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ദേവയെ വീട്ടിൽ കൊണ്ടുവിടണം ഇവിടുന്ന്. അല്ല, പൗലോസിനെ കൊട്ടയിലിട്ട് ഇറക്കി വിട്ടതുപോലെ ഞങ്ങളെ രാത്രി ഹോസ്റ്റലിന്റെ ബാക്ക് ഡോർ തുറന്ന് ഞങ്ങളെ 2 പേരെയും, എന്നെയും ആ സഹോദരിയെയും ഹല്ലേലൂയ സ്തോത്രം ആ സഹോദരൻ വീട്ടിൽ കൊണ്ടുവരുവാനിടയെ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് ഇല്ല വീട്ടില്. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. എന്ത് ചെയ്യും? തന്നെ ഞങ്ങൾ 2 പേരിൽ നിന്ന് കൈകോർത്ത് പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഉള്ളിൽ കടന്നു വന്നു. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെയൊരു സംഭവത്തിലാ. നേരം പറയാം, ദൈവാത്മാവ് എന്നെ തടഞ്ഞതാണ്. തന്നെ കൃത്യസമയത്ത് വരേണ്ടുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ അനുവദിക്കാതെ ആ സമയത്ത് താൻ ഹല്ലേലൂയ ബാർബർ ഷോപ്പിൽ പോയി മുടിവെട്ടുവാനായിട്ട് ഇടയായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അഗോചരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെ വിടുവിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നീട് ഞങ്ങൾ
ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കുവാൻ സാഹചര്യമില്ലാതെ വന്നപ്പോൾ ഈ സഹോദരങ്ങൾ മാറ്റി വന്നു. ഈ സഹോദരിയും കാലിൽ വിവാഹം കഴിഞ്ഞു പുറത്ത് താമസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ പിന്നെ ആ ഭവനത്തിലേക്ക് പ്രാർത്ഥന മാറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ പറയട്ടെ, ആ 2 കുടുംബമായിട്ട് ഞങ്ങൾ ആരംഭിച്ചത്, ഞങ്ങൾ കടന്നു വരുമ്പോഴേക്കും 100ഓളം ആത്മാക്കളെ കർത്താവ് ഇവിടെ കൂട്ടിവരുത്തുവാൻ ഇടയായിട്ട് തീർന്നു. രഹസ്യമായിട്ട് ചെയ്തിരുന്നെങ്കിലും കർത്താവിന് സ്തോത്രം. അന്നും ചെങ്കടലിൽ പോയി സ്നാനപ്പെടുത്തുന്നതിന് കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ ദാസിയും ഹല്ലേലൂയ സ്തോത്രം ഞാനുമായിട്ട് ഒരുമിച്ച് UK കടന്നു പോകുവാൻ ഇടയായി. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. അവര് സ്തോത്രം കേംബ്രിഡ്ജിൽ നിന്നായ സ്ഥലത്തും ഞാൻ ലിവർപൂളിലുമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ലിവർപൂൾ പ്രയർ ഫെലോഷിപ്പ് എന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന അറ്റൻഡ് ചെയ്ത ചർച്ചിന്റെ പേര്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെയും ആത്മഭാരമൊന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭാരത്തെക്കാൾ അധികമായിട്ട് ആത്മഭാരം എനിക്കുണ്ടായത് UK ചെന്നപ്പോൾ യുവജനങ്ങളെ കുറിച്ചാ. ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? അപ്പനമ്മമാർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ അവർക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നു. അതിൽ എന്റെ ഉദരത്തിൽ ജനിച്ചതായ ഒരു പൈതൽ, ഒരു തലമുറ എനിക്കില്ലെങ്കിലും ആത്മീയമായ ഒത്തിരി മക്കളെ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് ഇവരുടെ എല്ലാം തലമുറകളെ കുറിച്ച് ആത്മഭാരം ഉണ്ടായി. ഇങ്ങനെ പോയാൽ പൊച്ചുകയില്ല. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിന്റെ ലക്ഷ്യവും അതായിരുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ഇടയാണ്. PYPയെ കൊണ്ടോ സൺഡേ സ്കൂൾ കൊണ്ടോ സാധ്യമാകുന്നില്ല. അവർക്ക് ഈ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ ഉള്ള സമയം അവർ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹനീയം കിഡ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സേനവീരരാക്കുക, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ദിവസം ആഴ്ചയിൽ മാറ്റിവെച്ചു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ശനിയാഴ്ചകളിൽ അവർക്ക് മാത്രമായി ആ മീറ്റിംഗ് നടത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, കർത്താവിദാസിയെ ഹല്ലേലൂയ സ്തോത്രം. ഇംഗ്ലണ്ടിലാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് ആ ചർച്ചിലുള്ള എല്ലാ യുവജനങ്ങളും അവർ ഡോക്ടേഴ്സ് ആണ്, നഴ്സസ് ആണ്, ഹല്ലേലൂയ സ്തോത്രം, എഞ്ചിനീയേഴ്സ് ആണ്. എല്ലാ ഡിഗ്രിയും ഉണ്ടെങ്കിലും അപ്പനമ്മമാരുടെ ഹല്ലേലൂയ വാക്കനുസരിച്ച് കർത്താവിന്റെ വചനമനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് അവരെ കാണുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ സ്ഥാനമാനങ്ങളല്ല, കർത്താവിന്റെ വലിയ കൃപ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസ്തരായി നിൽക്കുവാനിടയാക്കി. കർത്താവിന് സ്തോത്രം. അവിടെയും ഞാൻ ചുരുക്കി പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ കോവിഡ് 19 പുറത്തു പോകാൻ നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പൊ അനേകരുടെ സ്തോത്രം സൂമിൽ കൂടെ മീറ്റിംഗ് ആയതുകൊണ്ട് പല രാജ്യങ്ങളിലും അവിടെ തന്നെയും പല സ്ഥലങ്ങളിലും ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. ഇവിടെയുള്ളതായ അമേരിക്കയിലെ ഗ്ലോബൽ അവേക്കനിങ് വർഷിപ്പ് ലൈൻ എന്ന് പേരുള്ളതായ ഒരു പ്രയർ ലൈൻ ഉണ്ട്. അതിന്റെ ലീഡറായിട്ട് സ്തോത്രം കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷക്ത ദാസിയാണ് സിസ്റ്റർ അന്നമ്മ നൈനാൻ. അപ്പൊ തന്റെ ആ പ്രയർ ലൈനിലും ഞാൻ ശുശ്രൂഷിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് തന്റെ ഞാൻ മൗനമായിരുന്നാണ് ആദ്യം അതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നില്ല. ഞാൻ മൗനമായി വീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ പിറന്നാളിന്റെ ദിവസം ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആരാണെന്ന് അറിയുവാനായിട്ട് കർത്തദാസി എന്നെ ബന്ധപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ദേവ യൂട്യൂബിലോ വേറെ എവിടെയെങ്കിലും ദേവയുടെ സാക്ഷ്യമോ മെസ്സേജോ എടുപ്പുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കറിയില്ല. ഞാൻ ശുശ്രൂഷിക്കുന്നിടത്ത് അവര് റെക്കോർഡ് ചെയ്യാറുണ്ട്, വചനം ശുശ്രൂഷിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും. പക്ഷെ ഇത് യൂട്യൂബിലുണ്ടോ മറ്റൊന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. കാരണം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ ആരെന്നെ കുറിച്ച് കേൾക്കുന്നു എന്നുള്ളത് ഒന്നും എനിക്കറിയില്ല എന്താണ്. അപ്പൊ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ല ദേവ, ഭൂമിയുടെ അറ്റത്തോളം ഞാൻ നിന്നെ സാക്ഷിയാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ എല്ലായിടത്തും പോയിട്ട് നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്തോത്രം, ഇതൊക്കെ ഒരു മീഡിയ ആണ്. ദൈവം അങ്ങനെ സ്തോത്രം അതിൽ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. പിന്നെ അവിടെ ഞാൻ ശുശ്രൂഷിക്കുവാനൊക്കെ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ദാസിയുടെ ആ വാക്ക് എന്റെ ഹൃദയത്തിൽ അത് വലിച്ചു. ദൈവത്തിന് സ്തോത്രം. വിളിക്കുന്ന ഇടത്ത് ശുശ്രൂഷിക്കുമെങ്കിലും ഞാൻ പിന്നെ പോകുന്നത് ആരാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അവര് പറയുന്നത് വാക്കുകൾ, എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. അവസരം തരുന്ന സമയത്ത് ദൈവം ശുശ്രൂഷിക്കുവാൻ അവസരം തരുന്ന ഒരുക്കുന്നു.
കൊടുക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന് സ്തോത്രം, ഞാൻ 2006 USA വരുവാനുള്ള പരീക്ഷ എഴുതിയത്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഇവിടുത്തെ വിസ ഒക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു കാര്യമേ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ വരണമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവിന്റെ വേലയും ജോലിയുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ചർച്ച്, വീട്, ഹല്ലേലൂയ, സ്തോത്രം, ജോലി, ഇത്രമാത്രം കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പെട്ടെന്നാണ് 2022 ഇങ്ങോട്ട് വരുവാനുള്ള മുഖാന്തരം ദൈവം ഒരുക്കുന്നത്. ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിലാണ് പേര് കിടക്കുന്നതെന്നും പറഞ്ഞ് ഇവിടുന്ന് മെസ്സേജ് വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി കരഞ്ഞു. സ്തോത്രം, സോറി. കർത്താവേ, പ്രായം ഇതാണ്, റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ അല്ലെങ്കിൽ ഈ സമയത്ത് പെൻഷനായിട്ട് ഇരിക്കേണ്ട സമയമായി. ദൈവത്തിന് സ്തോത്രം, അല്ലല്ലോ. ഞാൻ ICUയിൽ ഒരു നേഴ്സ് ആയതുകൊണ്ട് കാലിന്റെ വേദന, മറ്റു വേദന, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം, ഇനി മുന്നോട്ട് പോയാൽ പറ്റില്ല. മാത്രമല്ല, ക്രിസ്തുവിൽ സഹോദരങ്ങളായിട്ട് എനിക്ക് പലരും ഈ രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും ഉണ്ടെങ്കിലും എനിക്കൊരു വിസ തന്ന് എന്നെ കൊണ്ടുപോകേണ്ട മാർഗമായിട്ട് ഇവിടെ ഫയൽ ചെയ്ത് കൊണ്ടുപോകാൻ ആരുമില്ല, ഒരു സപ്പോർട്ടിന് വേറെ ആരുമില്ല. അപ്പോൾ ഞാനിത് എങ്ങനെ മുന്നോട്ട് പോകും? ഇത്രയും പ്രായമായി, നല്ലൊരു ചെറുപ്രായത്തിൽ വരികയാണെങ്കിലൊക്കെ സ്തോത്രം, ഈ സമയത്ത് എങ്ങനെയാ ഞാൻ കടന്നു പോകുന്നത്? കർത്താവേ, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് കർത്തൃ സന്നിധിയിൽ വീണ് കരയുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവൻ എന്നോട്, എന്റെ ഹസ്ബൻഡ് പലപ്പോഴും പറയുമായിരുന്നു, സ്തോത്രം, വിസ റീഓപ്പൺ ചെയ്താൽ നമ്മളെ വിളിക്കും, അതിൽ പോകണമെന്ന്. ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓപ്പൺ ചെയ്ത വിവരം അറിഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരൻ എന്നോട് പറഞ്ഞു, ആന്റി എല്ലാം റെഡി ആയിരിക്കുന്നതല്ലേ, വിസ ഓപ്പൺ ആയി, ആന്റിക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, അങ്കിളിനോട് പറയേ ചെയ്യരുത് ബ്രദറെ, എനിക്ക് പോകണ്ട, ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് വരുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. കർത്താവേ, സ്തോത്രം, എനിക്ക് പറ്റില്ല, എന്റെ പ്രായം നോക്കിയിട്ട്, എന്റെ അവസ്ഥ നോക്കിയിട്ട് ചിന്തിച്ചാൽ എനിക്കതിന് സാധ്യമല്ല എന്നുള്ളത്. മുട്ടിൽ കമന്ന് കിടന്ന് വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് മുന്നോട്ട് തല നിവർത്തി എഴുന്നേൽക്കുമ്പോഴേക്കും നാട്ടിൽ നിന്നൊരു ഫോൺ കോള് വരുന്നത്. ഒരു കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, ഞാൻ എന്തെല്ലാം പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞുവോ ആ വാക്യമെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് എന്നോട് പറയാ, നീ എന്താ ദൈവസന്നിധിയിൽ കിടന്ന് കരയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. കാലേബിനോട് പറഞ്ഞ വാഗ്ദത്തം എത്ര കാലം കഴിഞ്ഞിട്ടാ? 85-ാമത്തെ വയസ്സിലാണ് കാലേബ് പറഞ്ഞത്, ഹെബ്രോൻ മല എനിക്ക് തരിക, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അതിനെ പിടിച്ചെടുക്കുമെന്ന്. ആ ദൈവമല്ലേ നിന്റെ ദൈവം? നിന്റെ വയസ്സും പ്രായവും നോക്കിയിട്ടാണോ നിന്നെ ഇത് പറയുന്നത്? നിന്നെപ്പോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് പുള്ളി ദൂതായിട്ട് അങ്ങ് പറയുവാൻ തുടങ്ങി ഓരോന്നും. ഏലിയാവിനെ കെരീത്ത് തോട്ടിലേക്ക് അയക്കുന്നതിന് മുൻപ് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞില്ലേ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്, ഹല്ലേലൂയ, സ്തോത്രം, ഇസാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുൻപേ, ഹല്ലേലൂയ, സ്തോത്രം, ആട്ടിൻകുട്ടിയെ അവിടെ കരുതിയിരുന്ന ദൈവമല്ലേ നിന്റെ ദൈവം? നീ എന്താ കിടന്ന് വിലപിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ ഇത് കേട്ട് ദൈവസന്നിധിയിൽ വീണ, അപ്പാ, ഞാൻ സമ്മതിക്കുന്നു, ഇനി ഞാൻ ഒരു വെടി പോലും മുന്നോട്ട് എതിർത്ത് പറയുകയില്ല, നീ എന്നെ നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പ്രായത്തിൽ ചെന്നിട്ട് 68-ാമത്തെ വയസ്സിൽ വന്ന് ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പേപ്പർ വർക്ക് മുന്നോട്ട് നീങ്ങി. അപ്പോഴും ഉള്ളിലൊരു ഇത്, കർത്താവെ, എങ്ങനെയെങ്കിലും വിസ റിജക്ട് ചെയ്യണമേ. ഹല്ലേലൂയ. കാരണം ചർച്ച വിട്ടു പോകാൻ ആഗ്രഹമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളവിടെ അത്രയും ചെയ്തു. വെറും 6 കുടുംബമായിട്ട് ആരംഭിച്ചതായ ചർച്ചിനെ ഇത്രത്തോളം കർത്താവ് വളർത്തി. എല്ലാ തരത്തിലും ദൈവം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അന്യോന്യം, ഹല്ലേലൂയ, സ്തോത്രം, സഹോദരിമാരുടെ മീറ്റിംഗ്, കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ്, അല്ലെങ്കിൽ ചർച്ചിന്റെ കാര്യങ്ങൾ എല്ലാത്തിലും ജോലി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് അതിൽ എൻഗേജാ. അപ്പൊ വേറൊരു ചിന്തയില്ലാത്ത അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ചെന്ന സ്റ്റേജ് നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് ഒന്നുമില്ല. അന്നത്തെ കാലത്ത് ഹല്ലേലൂയ മാരേജ് കഴിയുമ്പോൾ നമുക്ക് കോർട്ടിലെ പേപ്പറോ മറ്റൊന്നുമില്ല, ചർച്ചിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ. അപ്പൊ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇതൊക്കെ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ്. അന്നത്തെ കാലത്ത്, ഞാൻ ജനിച്ച കാലത്തുള്ളത് വിസിറ്റ്, കാരണം അന്ന് ഈ പ്രായത്തിൽ അത് ഇല്ല എന്നുള്ളതല്ല. അപ്പൊ അതൊക്കെയാണ് ധൈര്യം. വിസയ്ക്ക് ചെല്ലുമ്പോൾ ഇവര് ചിലപ്പോൾ റിജക്ട് ചെയ്യും. ഇതൊന്നും പേപ്പർ നമ്മുടെ കയ്യിലില്ലല്ലോ. കർത്താവിന് സ്വന്തം
ഒരു കാര്യം പോലും ചോദിക്കാതെ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നതായ സർട്ടിഫിക്കറ്റ് ആണ് അവർ ചോദിക്കുന്നത് ജനിച്ച കാലത്തെ. ഹല്ലേലൂയ, സ്തോത്രം. 68 വർഷം മുൻപുള്ളതായ ജനിച്ചപ്പോ എന്നാണ് തന്നിരിക്കുന്ന ആ വില്ലേജ് ഓഫീസറിന്റെ ഒരു എഴുത്ത്, ഒരു സ്തോത്രം. അത് മതി അവർക്ക്, വേറൊന്നും വേണ്ട. കർത്താവിന്റെ വഴി അറിയുന്നവൻ ആരാ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്തോത്രം ജൂലൈ മാസത്തിൽ ഇവിടെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതിനു മുൻപ് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പല ദൈവദാസന്മാർ കൂടെ ആലോചന പറഞ്ഞു. ഞാൻ എന്തെങ്കിലും മനസ്സിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നുവോ അന്ന് ശുശ്രൂഷിക്കുന്നത് നേരിട്ട് എന്നോടുള്ള ദൂതായിരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാ. അപ്പൊ എല്ലാ വിധത്തിലും ഞാൻ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ മാർഗമില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യാം. പക്ഷെ എന്റെ പ്രായം ചിന്തിക്കുമ്പോൾ എനിക്കിവിടെ വേറെ ആരും ഇല്ലല്ലോ. വരുമാന മാർഗമായിട്ട് ചിന്തിച്ചെങ്കിൽ നിന്നിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു മുഖാന്തരം വേണമല്ലോ. അതായിരുന്നു ലക്ഷ്യം. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ഞാൻ പോരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, 2022 ഹല്ലേലൂയ ജൂലൈ മാസത്തിലാണ് ഇവിടേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത്. ചർച്ച അല്പം പോലും സന്തോഷത്തിലല്ല വിട്ടത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴടങ്ങിയേ മതിയാകൂ. ഹല്ലേലൂയ. ഇന്ന് ആ ചർച്ചിൽ നിന്ന് 300ഓളം ആത്മാക്കളുള്ളതായ ചർച്ചായിട്ട് അവിടെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിലകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജോർജ് ഫിലിപ്പ് വെച്ച് സ്തോത്രം ഹല്ലേലൂയ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ഇടയിൽ പറയട്ടെ, ആരെങ്കിലും ഇംഗ്ലണ്ടിൽ പോയി ലിവർപൂളിൽ പോകുവാൻ ദൈവം ഇടയാക്കുന്ന ലിവർപൂളിൽ സെലക്ഷൻ കിട്ടിയാൽ ഈ ചർച്ചിൽ നിങ്ങളുടെ തലമുറകളെ വിടണം. ഹല്ലേലൂയ, സ്തോത്രം. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിക്കേണ്ടതിന് ഏറ്റവും അനുഗ്രഹമായിട്ട് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദൈവസഭയായിട്ട് അത് നിലകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ കാംബ്രിഡ്ജിലും അതുപോലെ ദൈവത്തിന്റെ ദാസനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിച്ചെന്നെ ഇറക്കി വിട്ടതായ കൂട്ടത്തിൽ വന്നതായ സഹോദരി എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്റർ കുഞ്ഞുമോൻ ജോർജും അല്ലെങ്കിൽ കുടുംബവും കാംബ്രിഡ്ജിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, എന്റെ ആത്മീയ മക്കൾ പലരും പലയിടത്ത് ദൈവത്തെ സ്തുതിച്ചു കർത്തൃവേലയിലായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കതിലുപരി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ എന്നുള്ള ഭാരത്തോടുകൂടെ വരുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തം എത്ര വലുതാണെന്ന് നോക്കണം. സ്തോത്രം. എയർപോർട്ടിൽ വരുമ്പോൾ ഇവിടേക്ക് വന്ന എനിക്ക് ആരും പരിചയമില്ല. അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ എവിടെ ഇരുന്ന് ആരാധിക്കും, എവിടേക്കാണ് സഭായോഗത്തിന് പോകേണ്ടുന്നത്. സെലക്ഷൻ കിട്ടിയുള്ള സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരിക്കലും ആരുമില്ലാത്തൊരു ദേശം, ഞങ്ങൾ അറിയാത്തൊരു ദേശമാണ്. ഒരൊറ്റ വ്യക്തി പോലും ഞങ്ങൾ അറിയുന്നവരില്ല. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഞങ്ങളെ സ്തോത്രം ഇറാഖിൽ വെച്ച് എന്നോട് ദൂത് പറഞ്ഞ കർത്താവിന്റെ ദാസൻ ചിക്കാഗോയിലുണ്ടെന്ന്. ഞാൻ ഇവിടെ വരുന്നു എന്നുള്ളതായ വിവരം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എവിടെയാണ് ഈ സ്റ്റേറ്റിൽ ആരാധന നടക്കുന്നതെന്ന്. എന്നോട് അറിയിക്കാതെ താൻ ആ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു. ചർച്ചിൽ ഇങ്ങനെ സ്തോത്രം കാര്യങ്ങള് ക്രമീകരിക്കാൻ ഇങ്ങനെ ഒരു സഹോദരി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്തോത്രം ചെയ്യുവാനാണെന്ന്. അപ്പൊ ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ വാഷിംഗ്ടൺ ITC മേരിലാൻഡിലാണ് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പോകുന്നത്. മേരിലാൻഡ് എന്ന സ്റ്റേറ്റില്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ദാസനും ദാസിയും അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പുറത്ത് ബന്ധപ്പെടുവാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ സെക്രട്ടറിയുടെ നമ്പർ കൊടുത്തു, തന്നെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ, സെക്രട്ടറിയുമായിട്ട് നിരന്തരമായിട്ട് എന്നോട് ഇടപെടുവാനും വീടിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതായിരുന്നു. ഹല്ലേലൂയ, ഇവിടെ നിന്നും വളരെ ദൂരത്തിൽ സ്തോത്രം ഇംഗ്ലണ്ടിൽ ഞങ്ങളോടുകൂടെ ഒരുമിച്ച് ആരാധിച്ചതായ ഒരു സഹോദരിയും കുടുംബവും ഹല്ലേലൂയ കടന്നു വന്ന് അവര് തന്നെ ഞങ്ങൾക്ക് വേണ്ടി താമസിക്കുവാനുള്ള അക്കോമഡേഷൻ ക്രമീകരിച്ചു. സ്തോത്രം. ഞങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. എയർപോർട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ സ്തോത്രം സെക്രട്ടറി ആയിരുന്നതായ സഹോദരൻ, ഞാൻ പേരെടുത്ത് പറയാത്തത് അവർക്ക് താല്പര്യമില്ലായിരിക്കും അവരെ കുറിച്ച് പബ്ലിക് പറയുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിരന്തരം ഇടപെട്ടിരുന്നു. ഈ പാസ്റ്ററിനോടോ പാസ്റ്ററിന്റെ മാതാവിനോടോ ഒരു വ്യക്തിയോടോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്നാൽ എയർപോർട്ടിൽ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഈ ചർച്ചിലെ ഒരു സഹോദരൻ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നു. ബോബിൻ ജോൺ എന്നാണ് തന്റെ പേര്. അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. താൻ കടന്നു വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണം, 3 നേരവും കഴിക്കാനുള്ള ഭക്ഷണം ഈ പാസ്റ്ററിന്റെ മാതാവ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുക ഈ സഹോദരനോട്.
സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വലുതാണെന്ന് നോക്കണം. ഹല്ലേലൂയ. ഏലിയാവിനെ വിടുന്നതിന് മുൻപ് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വിശ്വസ്തത ആ എയർപോർട്ടിൽ വെച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ മാതാവിനോടോ കർത്താവിന്റെ ദാസനോടോ ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിലും ഈ ദൂതൻ വഴിയായിട്ട് അത് കൊടുത്തുവിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരനാണെങ്കിൽ 2 കൊച്ചു കുഞ്ഞുങ്ങള്, ഒരു പ്രിമച്ചർ കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതൊന്നും തനിക്കൊരു വിഷയമല്ലാതെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി താൻ തുടർന്ന് കടന്നു വരികയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ആരാധനയ്ക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ധാരാളം മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് വന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അക്കോമഡേഷൻ അവിടെ ശരിയായി നല്ല വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഞങ്ങള് ഹല്ലേലൂയ വചനം പറയുന്നുണ്ട്, മിസ്രയീമിൽ നിന്ന് കടന്നു വന്ന് ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവര് തിരിച്ചു പോകുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി ദൈവം വരിയൊന്ന് ചുറ്റിക്കറക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പലരും പിറുപിറുക്കുവാൻ ഇടയായിട്ട് തീർന്നു. തിരിച്ചു പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരു ചോദനയിൽ കൂടെ ഞങ്ങളെ കടത്തിവിട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്നായി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. ജോലിയില്ല. അപ്പോൾ ചിന്തിക്കണം, അന്യനാട്ടിലാണ് വന്നിരിക്കുന്നത്, നമ്മുടെ സ്വന്തമായിട്ട് ആരും ഇവിടെ ഇല്ല. സ്തോത്രം. 2 പേർക്കും ജോലിയുമില്ല. മുന്നോട്ട് എങ്ങനെ പോകും? എന്നാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയട്ടെ. കർത്താവിന്റെ ദാസിയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ബെഡ്റൂമിൽ നമ്മൾ താമസിക്കണമെങ്കിൽ ഇവിടെ വാടകയ്ക്ക് കിട്ടാൻ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദാസൻ, ഞാൻ പേര് പറയുന്നില്ല, കർത്താവിന്റെ സഹോദരൻ, ഹല്ലേലൂയ സ്തോത്രം, എമൗണ്ട് എഴുതാതെ ഒരു ചെക്ക് എഴുതി തന്നു. നിങ്ങളുടെ വാടക കൊടുക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുക. അമേരിക്കയിൽ ഒരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമല്ലത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു നാൾ കഴിഞ്ഞു ഒരു വീട്ടിലേക്ക് എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമുണ്ടോ സ്തോത്രം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ബെഡ്ഷീറ്റും തലയണയും വരെ അല്ലെങ്കിൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ആ കുടുംബം ഹല്ലേലൂയ തന്റെ സഹോദരനുമായിട്ട് മക്കളുമായിട്ട് കടന്നു വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റി. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തികളെ സ്തോത്രം. സിസ്റ്റർ സാറാക്കോവൂര് എവിടെയോ പ്രസംഗിക്കാൻ പോയ സമയത്ത്, ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് കണ്ടുമുട്ടിയ ഒരു സഹോദരിയോട് ഞങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞതിന് അവര് ബന്ധപ്പെട്ട് വീട്ടിലേക്കുള്ള ഫർണിച്ചറുകൾ കൊണ്ടുവന്നു. ഒന്നും അറിയാത്ത ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാക്കയുടെ വരവ് നിന്ന് പോയപ്പോൾ വിധവയൊരിക്ക് സറാഫത്തിലേക്ക് അയച്ച കർത്താവ് ഇന്നും വിശ്വസ്തനാ. അവൻ ജീവിക്കുന്ന ദൈവമാ. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധന്റെ കരം എത്ര വലുതെന്ന് ഓർത്ത്, മാറ്റമില്ലാത്ത വിശ്വസ്തനെന്ന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഈ ജോലിയിൽ പുതുതായി ജോലി ലഭിക്കുന്നതിന്, ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ലഭിക്കുന്നതിന് വേണ്ടി ചർച്ചിലെ സഹോദരങ്ങൾ എല്ലാവരും പലരും അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്ലിക്കേഷൻ കൊടുത്തു. സ്തോത്രം. ഗ്ലോബൽ ലൈൻ വർഷിപ്പ് ലൈൻ എന്ന് പറയുന്ന ഈ വർഷിപ്പ് ലൈൻ മുഴുവൻ പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ കടം തിരിച്ചു പോകാൻ ചിന്തിക്കുമോ എന്നുള്ളത് പലരുടെയും ചിന്തയിലുണ്ടെന്ന്. എന്നാൽ സ്തോത്രം അതിനു വേണ്ടിയല്ല. ഹല്ലേലൂയ. യോർദാനിൽ പോയിട്ട് വലിയ മരം വെട്ടിയിട്ട് കൊണ്ടുവന്നെങ്കിലേ അതിന് വിസ്താരമാകുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് എലീശായും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കൂടെയുള്ള പ്രവാചകന്മാരും വിസ്താരത്തിന് പോയതെന്നുള്ളത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ആ വൻമരത്തെ വെട്ടി കൊണ്ടുവരണമെങ്കിൽ യാർദാനോളം കടന്നു പോകണം. കർത്താവിന് സ്തോത്രം. അതിനുള്ള വൻകൃപ കർത്താവ് പകർന്നു തരുവാൻ ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആ ദിവസങ്ങള് ജോലിയും കാര്യങ്ങളും ഇവിടെ വന്ന പുതിയ ബന്ധപ്പാടുകളുടെയൊക്കെ മധ്യത്തിലെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കാൻ സമയമില്ലാതെ ഞാൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ ഇത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തീരുമാനമെടുത്ത് ദൈവസന്നിധിയോട് അപ്പനോടുകൂടെയുള്ള വാസമാണ് ഏറ്റവും നല്ലതെന്ന് കരുതി ഉപവസിക്കുവാൻ തുടങ്ങി. 21 ദിവസത്തെ ഉപവാസം തീരുന്നതിന് മുൻപ് ഇന്റർവ്യൂ കോള് ലഭിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവ് വഴി തുറന്നു. ഹല്ലേലൂയ. ഇന്നിപ്പോൾ ജോലി ചെയ്യുന്നതായ സ്ഥാപനം
വാഹനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, എന്നാൽ വീട്ടിൽ നിന്ന് വളരെ ദൂരത്തിൽ വേണം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുവാൻ. ഞാൻ പറഞ്ഞല്ലോ, ബോബിൻ ജോൺ എന്ന് പറഞ്ഞതായ സഹോദരൻ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നത്. ഇന്ന് താൻ കനഡയിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് 3 വർഷം മുൻപ് അവിടേക്ക് പോകുവാൻ വിസ ലഭിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് കിട്ടിയ ഞങ്ങളോട് പറഞ്ഞു, സ്തോത്രം, ആന്റിയെയും അങ്കിളിനെയും ഇവിടെ സെറ്റിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അതിനാ ഞങ്ങളെ ഇവിടെ ദൈവം തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന്. 1 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ അക്കോമഡേഷൻ ഇങ്ങോട്ട് മാറ്റി, ഞങ്ങളിവിടെ മാറ്റി താമസിച്ചതിന് ശേഷമാണ് താൻ കനഡയിലേക്ക് കുടുംബമായിട്ട് മൂവ് ചെയ്യാനിടയായത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വിശ്വസ്തത, കർത്താവിന്റെ ദാസയെ, ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങള് ഹല്ലേലൂയ സ്തോത്രം അവിടെ സൗദിയിലായിരുന്നപ്പോഴും UK യിലായിരുന്നപ്പോഴും കർത്താവിന്റെ ദാസന്മാർ വരുന്നവരെയും ശുശ്രൂഷിക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഇന്ന് നിങ്ങൾ അറിയുമായിരിക്കും, കുഞ്ഞാണ്ടി വൈദ്യൻ എന്ന് പറയുന്നതായ ഒരു കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം വീട്ടിൽ വന്ന് ശുശ്രൂഷിച്ച് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, ഞങ്ങളോടൊരു ആലോചന പറഞ്ഞു, സ്തോത്രം, നിന്റെ നാമത്തിന് വേണ്ടി നീ ചെയ്തത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ചിട്ടുള്ള മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ലെന്ന്, നിന്നെ ഓടിച്ച വാഹനവും നീ ചെയ്തതായ കാര്യങ്ങളും ദൈവം കണക്കിട്ടിട്ടുണ്ടെന്ന്. സ്തോത്രം. ദൈവം അത്ര കൃത്യമായിട്ടാണത് ചെയ്യുന്നതുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു പോരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഇംഗ്ലണ്ടിലെല്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ സാധനങ്ങൾ, പാത്രങ്ങൾ തൊട്ട് സകല കാര്യങ്ങളും അവിടെ വിട്ടേച്ചാ പോകുന്നത്. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം ആ സഹോദരിമാരെ ഏൽപ്പിച്ചു. സ്തോത്രം. ചർച്ചിൽ വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷിക്കുന്ന സഹോദരിമാരുണ്ട്. അവര് കാര്യങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ ഫർണിച്ചറും എല്ലാം പലർക്കും കൊടുത്തു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ദൈവം നീതിമാനാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മറ്റുള്ളവരെ കൊണ്ട് കൊണ്ടുതരിച്ചിട്ട് ദൈവത്തിന്റെ വിശ്വസ്തത ദൈവം നിറവേറ്റി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഒരു സഹോദരന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഹല്ലേലൂയ പിറ്റേന്ന് ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. കാരണം ഞങ്ങൾ താമസിക്കുന്നിടവും ചർച്ചും തമ്മിൽ ദൂരമുള്ളത് കൊണ്ട്. ഈ ഇംഗ്ലണ്ട് അമേരിക്കയിലൊന്നും ഇത് ചെയ്യുവാൻ ഒരു വ്യക്തിയും തുനിയുന്നവരല്ല. ഞങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവര്, അവരും 2-3 കുഞ്ഞുങ്ങളായി കുടുംബമായി താമസിക്കുന്നവര് ഒരു മുറി ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് സ്തോത്രം ഇന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പനെയും അമ്മയും ആദരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. എന്നാൽ ഈ ജോലിയുടെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞ വാക്ക് ഞങ്ങളെ വളരെ ഹല്ലേലൂയ സ്തോത്രം ആശ്വസിപ്പിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞത്, ആന്റിയും അങ്കിളും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, സാധനങ്ങളെല്ലാം എടുത്ത് ഈ വീട്ടിലേക്ക് പോരുക. ഈ ഭവനം, ആ മുറി നിങ്ങൾക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നതാണ്. ദൈവം അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണെന്ന് കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. 2 വർഷമായി കർത്താവ് ഇവിടെയും അത്ഭുതകരമായിട്ട് പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരിക്കുന്ന ചർച്ചില് ഹല്ലേലൂയ സ്തോത്രം, ഈ വാഷിംഗ്ടൺ IPC ഹല്ലേലൂയ മെരിലാൻഡ് ഹല്ലേലൂയ സ്തോത്രം ഒരു കുടുംബ ബന്ധം പുലർത്തുന്ന ഒരു സഭയ. ഹല്ലേലൂയ. ആത്മാക്കൾ തമ്മിൽ അത്രമാത്രം അന്യോന്യം അടുപ്പത്തോടുകൂടെ എല്ലാവരുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും പങ്കുവെക്കുവാനും ഇവിടെയാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് പറയാനുള്ളൂ, ഈ ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെ പുലർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ പറയുന്ന ഹല്ലേലൂയ മയക്കുന്ന വാക്കുകളിലല്ല എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ തിരിച്ചറിയരുതെന്ന് വെച്ച് നാം ആർക്ക് വേണ്ടി എന്ത് ചെയ്തിരുന്നാലും, ഒരു പാനപാത്രം വെള്ളം അവന്റെ നാമത്തിൽ കുടിപ്പാൻ കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ദൈവം നടത്തുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ സമയം കടന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് സമയം കടന്നു പോയി. എന്നാൽ സ്തോത്രം ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതൊരു മനം മാറ്റുന്ന പരിപാടിയല്ല, മതം മാറ്റുന്ന പരിപാടിയല്ല, ആരും പൈസ തന്നിട്ട് വിളിച്ചു വരുത്തുന്നതല്ല, നിങ്ങൾ ഇതിൽ ചേർന്നാൽ ഞങ്ങൾക്ക് ഇന്നത് തരാമെന്ന് പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരും പറയും രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാറ് കിട്ടാൻ, വീട് കിട്ടാൻ, ഹല്ലേലൂയ സ്തോത്രം, രോഗസൗഖ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, നിത്യരക്ഷ
രക്ഷ പ്രാപിക്കണമെങ്കിൽ വേറൊരു വഴിയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ പെട്ടത് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇതെല്ലാം തരും. ആദ്യം അവനെ സ്വീകരിക്കുന്നത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ അത് സ്തോത്രം. യുഗായുഗമായി കർത്താവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ സ്തോത്രം. കാറും വീടും, അല്ലെങ്കിൽ വീടും സ്ഥലങ്ങളും, അല്ലെങ്കിൽ സ്തോത്രം, രോഗസൗഖ്യവും, അല്ലെങ്കിൽ സ്തോത്രം, ഇതൊന്നും കണ്ടിട്ടല്ല യേശുവിന്റെ അടുക്കിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ സ്തോത്രം, ഇതൊക്കെ ഒരു പാക്കേജാ. കർത്താവിനെ കണ്ടുമുട്ടിയാൽ കർത്താവാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവം അന്ത്യത്തോളം വിശ്വസ്തനാണ്. ലോകാന്ത്യത്തോളം ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്ത വിശ്വസ്തനായിരിക്കാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും അല്ലല്ലോ ഈ കർത്താവിനെ പിൻപറ്റുന്നതിന് സംശയിക്കുന്നുണ്ടെങ്കിൽ, ചോദ്യചിഹ്നവുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ ദൈവമക്കളെ, എനിക്കാരും പണം തന്നെ മാറ്റിയതല്ല, എന്നോട് ആരും ഹല്ലേലൂയ സ്തോത്രം ഉപദേശം തന്നെ മയക്കിയെടുത്തതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എന്റെ കുടുംബം മുഴുവനും ആ സന്തോഷം അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ഈ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, ഈ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. ലോകം അതിന്റെ അന്തത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളില് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവമക്കൾ ഒരുങ്ങുമ്പോൾ അനേകരെ എത്രയും വേഗം വന്നു ചേരേണ്ടതിന്, നിത്യനാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന്, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗാദി സ്വർഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴുവാനായിട്ടുള്ള മുഖാന്തരം ഒരുക്കുവാൻ സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊന്നുമില്ല. ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വെറും ഒരു സീറോ, എന്നാൽ എന്റെ കർത്താവിന്റെ ഹീറോ. ഹല്ലേലൂയ അവനെ നടത്തുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് ഞങ്ങളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. 100% ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവർ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്രകാരം എല്ലാം ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ ഓർക്കുകയും ഹല്ലേലൂയ സ്തോത്രം ഇതിന് മുഖാന്തരമാക്കി ഒരുക്കിയതായ സിസ്റ്റിനെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. കർത്താവിന്റെ ദാസിയെയും ഹല്ലേലൂയ ചെയ്യുന്നതായ നിങ്ങളുടെ ശുശ്രൂഷയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിലേക്ക് നയിക്കുവാൻ ഇതൊരു മുഖാന്തരമായിട്ട് നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ കർത്താവ് ചെയ്യിപ്പിക്കുന്ന ഈ വേലയെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പൊന്നുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. അവസരം തന്ന കർത്താവിന്റെ ദാസിയോട് ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ദേവദാസി. കർത്താവ് സഹായിക്കട്ടെ കാലേബിനെ പോലെ. ഹല്ലേലൂയ. കാലേബ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 80 വയസ്സുള്ളവനായ കാലേബിനെ ഹെബ്രോൻ പിടിച്ചടക്കുവാൻ ദൈവം ബലപ്പെടുത്തി. അതുപോലെ പ്രിയ കർത്താവിന്റെ ദാസിയെ പല രാജ്യങ്ങളിലേക്ക് കർത്താവ് ഈ പ്രായമായ സമയത്ത് അയക്കുന്നു. അമേരിക്കയുടെ പ്രദേശത്ത് ചെന്ന് ഹല്ലേലൂയ അനുഭവിക്കുന്നതായ അവസ്ഥകളെയൊക്കെ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. കർത്താവ് ഉപയോഗിക്കട്ടെ. ഏത് സ്ഥാനത്തായാലും കർത്താവിന്റെ ദാസിയെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. അനേകർക്ക് ഹല്ലേലൂയ കർത്താവ് ഒരു ഉപയോഗമാക്കി തീർക്കട്ടെ. ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് നിർത്തട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവസന്നിധിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നപ്പ സ്തുതിച്ചു വാഴ്ത്തുന്നു. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ പൊന്നുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പൻ ചെയ്ത നന്മകളെ കുറിച്ച് വർണ്ണിപ്പാൻ, അങ്ങ് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള ഈ നിത്യരക്ഷയുടെ സന്തോഷത്തെ പങ്കുവെക്കുവാൻ പ്രാണപ്രിയ അങ്ങ് ഒരുക്കിയതായ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ആയതിനു വേണ്ടി അപ്പൻ കരങ്ങളിലെടുത്ത കർത്താവിന്റെ ദാസിയെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കുടുംബമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസിനി കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കട്ടെ. അവരിൽ കൂടെ ചെയ്യുന്ന ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ഇത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ സ്തോത്രം. ജീവനുള്ള ദൈവം ആരെന്ന് ഹല്ലേലൂയ നിത്യരക്ഷദാനം ചെയ്യുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ.
യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ജീവിപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമായിരിക്കാൽ ആ വചനം അനുഭവിക്കേണ്ടതിന് അനുസരിക്കേണ്ടതിന് വേണ്ടി അനായകായിരങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നതായ ഹല്ലേലൂയ സ്തോത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും സംശയ ചിന്തയോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ഇത് കല്ല് മുന്നോട്ട് കാൽ വെച്ചാൽ എന്തായി തീരുമെന്നുള്ള ചിന്തയോടെ ഭാരത്തോടുകൂടെ പ്രതിസന്ധികളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രാണപ്രിയ അങ്ങ് ഇടപെടുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതാരെയും മയക്കുന്ന മാർഗമല്ല, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ സ്തോത്രം അവന്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിത്യജീവന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടി അങ്ങയെ സ്വീകരിപ്പാനുള്ള കൃപ കർത്താവ് നൽകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വാക്ക് പറഞ്ഞവൻ മാറാത്ത ദൈവമായിരിക്കാൽ, ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവമായിരിക്കാൽ, ഞങ്ങളെ കർത്താവെ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവമായിരിക്കാൽ അപ്പന്റെ കരങ്ങൾ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. രാജാ സ്തോത്രം ചെയ്യുന്നു. ഈ ഏഴയ്ക്ക് ഇതിന് വേണ്ടുന്ന സാവകാശം കർത്താവ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബാട്ടടികളെയും സമർപ്പിക്കുന്നു. കർത്താവെ ആയുസ്സിൽ ഹല്ലേലൂയ അന്ത്യശ്വാസം പോകുമ്പോഴേയും വിശ്വസ്തരായി അങ്ങയുടെ സന്നിധിയിൽ സേവ ചെയ്യുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ തരണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓടി വരുന്ന ദൈവസഭ ഹല്ലേലൂയ സ്തോത്രം കടന്നു പോകുന്ന വഴികള് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവരെ എല്ലാം തൃപ്പാദത്തിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ കേൾക്കുന്നവരിൽ രോഗികളായോ ആത്മഭാരമുള്ളവരായോ ഹല്ലേലൂയ സ്തോത്രം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരായോ ഉണ്ടെങ്കിൽ അവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ വിടുതലും സൗഖ്യവും രക്ഷയും നൽകി അവിടുന്ന് വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. തിരുനാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്യണം. കരുണയുള്ള കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. തന്ന അവസരത്തിന് വീണ്ടും നന്ദി പറയുന്നു. രാജാ തിരുനാമം മാത്രം ഉയർത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസി ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.